ഇന്നത്തെ നമ്മുടെ വിഷയം യോശുവയുടെ പുസ്തകത്തിലെ 12 കല്ലുകളെ കുറിച്ചാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8, 9, 20 വാക്യം വായിക്കാം. 4-ാം അധ്യായം 8, 9 അതിൻ്റെ 20 വാക്യം വായിച്ചു. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെ ഉണ്ട്. ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. ഇന്നും എരിഹോയോട് ചേർന്ന് എരിഹോയുടെ ഈസ്റ്റേൺ സൈഡിൽ ഇപ്പോഴും ഒരു സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗിൽഗാൽ പ്രദേശത്തിൽ അവിടെ പണ്ട് ജാതീയ രാജാക്കന്മാർ വാണിരുന്നൊരു സ്ഥലമാണ്. ഇസ്രായേൽ ജനങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു വരുന്ന സമയത്തിൽ കനാൻ ദേശത്തിൽ നമുക്കറിയാം 7 ജാതികളും 7 ജനതകൾ 31 രാജാക്കന്മാരും വാണിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ 31 രാജാക്കന്മാരുടെ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അത് 31 രാജാക്കന്മാരുടെ പേരും അതിൻ്റെ അവസാനത്തിൽ ഗിൽഗാലിൽ ജാതീയ രാജാവായ ഭരിച്ചിരുന്ന ഗിൽഗാലിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഈ ഗിൽഗാലാണ് ഈ സമുദ്രതീരത്തോട് ചേർത്ത് കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തിൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചല്ലോ, മരുഭൂമിയിൽ കൂടെ കടന്നു വന്ന് യോർദാൻ കടന്ന് കനാലിൽ പ്രവേശിക്കുന്ന സമയത്തിൽ എന്താ സംഭവിച്ചത്? മോശയോട് ദൈവം പറഞ്ഞു, പുരോഹിതന്മാർ അല്ലെങ്കിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നിന്ന യോർദാനിൽ നിന്ന് 12 കല്ലെടുക്കണം. ആ 12 കല്ല് എവിടെ നാട്ടണം? ഗിൽഗാലിൽ കൊണ്ട് നാട്ടണം. പിന്നീട് ഇവർ വന്ന മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വന്ന ആ സ്ഥലത്ത് വന്ന് 12 കല്ലെടുത്ത് യോർദാനിൽ നാട്ടണം. അപ്പോൾ യോർദാനിൽ ഇപ്പോഴും 12 കല്ലുണ്ടായി. അത് ഇന്നുവരെയും അങ്ങനെ വന്നുകൊണ്ടിരിക്കാമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്നുവരെയും അതുണ്ടെന്നാണ് ഒരു വാക്യമുണ്ടല്ലോ, ഇന്നുവരെയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ നാളും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിൽഗാലിലും നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം, ഈ 12 കല്ലിനെക്കുറിച്ചൊക്കെ വളരെ വിസ്താരമായിട്ട് സാഹിബന്മാരുടെ കമൻട്രി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തിന് നമുക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, 12 കല്ലിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ 12 എന്ന് പറയുന്ന എണ്ണം പുതിയ നിയമസഭയ്ക്കും പഴയ നിയമസഭയ്ക്കും വളരെ പരിചയമായൊരു നമ്പറുകളാണ്. ആദ്യമായിട്ട് നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം വേർതിരിക്കുമ്പോൾ 12 ഗോത്രപിതാക്കന്മാർ, യാക്കോബിന് 12 ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നല്ലോ. രൂബേൻ മുതൽ ബെന്യാമിൻ വരെ 12 പേരും അവരുടെ പെങ്ങള് ലേയ. അവരെ പിന്നീട് ഗോത്രപിതാക്കന്മാരെന്നാണ് അറിയുന്നത്. അവരിൽ നിന്നാണ് ഇസ്രായേൽ ജനത ഉണ്ടായ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നാൽ പിന്നീടും 12 എന്നുള്ളത് വളരെ പ്രാധാന്യം കൊടുക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏലിയാവ് കർമ്മേലിൽ യാഗപീഠം തീർക്കുമ്പോൾ ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം, 1 രാജാക്കന്മാർ 18-19 ഗോത്രപിതാക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം 12 കല്ലെടുത്ത് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ഇവിടെ യാഗമർപ്പിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ അതിനെപ്പറ്റി നേരത്തെ വായിച്ചു, യഹോവ ഷമ്മ, ഇനി വരാൻ പോകുന്ന ഇസ്രായേൽ നഗരത്തിനും ഈ 12 ഗോപുരങ്ങളൊക്കെ ഉണ്ട്. പുതിയ യെരൂശലേമിൻ്റെ ഔട്ടർ ഗോപുരങ്ങൾക്കും ഈ 12 ഗോത്രങ്ങളുടെ പേരിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് പഴയ നിയമം എന്ന് പറയുന്നത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, അത് പുതിയ നിയമത്തിന് നിഴലും ദൃഷ്ടാന്തമാണ്. അപ്പോൾ ആ നിഴലും ദൃഷ്ടാന്തമായ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്നു അല്ലേ, ലൂക്കോസ് സുവിശേഷം 12 അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. 12 പേരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആ 12 പേർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. ആ വാക്യം കടകളൊന്ന് വായിക്കാം. 10-ലോ 9-ലോ കേട്ടുണ്ട്. അപ്പോൾ അവർക്ക് ദൈവം അപ്പോസ്തലന്മാർ, ഒന്നാമൻ പത്രോസ്, പിന്നെ യാക്കോബ്, യോഹന്നാൻ, ശിമയോൻ, എരിവുകാരനായ ശിമോൻ എന്ന് പറഞ്ഞ് 12 പേരെ, തോമാശ്ലീഹ ഉൾപ്പെടെ. മർക്കോസ് 3:14 അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു.
അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ഈ 12 പേരെ നിയമിച്ച അപ്പോസ്തലന്മാരെന്നൊരു പേരിട്ടു. അവരെ തന്നോടുകൂടി ഇരിക്കണം. അതുകൊണ്ടാണ് എന്നും തന്നോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 26-33 വായിക്കുമ്പോൾ അങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ ദൈവം വിളിക്കുമ്പോൾ അവർക്കുള്ളതെല്ലാം അവർ വിട്ടിരിക്കണം. തങ്ങൾക്കുള്ളവരെ വിടണം, തങ്ങൾക്കുള്ളതിനെ വിടണം. എൻ്റെ അടുക്കൽ വരികയും വായിച്ചേ. എൻ്റെ അടുക്കൽ വരികയും 26 അല്ലേ, വായിക്കാം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കേണ്ട ഒരു മിനിമം യോഗ്യത യേശു പറയുന്നത് തനിക്കുള്ളവരെല്ലാം വിടണം. എന്താ കാരണം? അങ്ങനെ വിട്ടെങ്കിൽ മാത്രമേ തന്നോടുകൂടി ഇരിപ്പാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പല പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഞാനൊരിക്കലും മാവേലിക്കരയിലെ ഒരു പൊതു മീറ്റിംഗ്, പല സഭക്കാരുണ്ട്, ഒരുപാട് സഭക്കാരുടെ ശുശ്രൂഷകരുണ്ട്. ഞാനിന്ന് ശുശ്രൂഷകരല്ല, TPM-ൽ ഒരു വിശ്വാസിയായി ജീവിക്കുന്ന സമയമാണ്. അന്ന് TPM-ലാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എവരിയും ക്രൂസർ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് പ്രവർത്തനം ശമ്പളമില്ലാതെ ഞങ്ങൾ 3 പേര് പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ ടൈമിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് വിളിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ മീറ്റിങ്ങാണ്. അവിടെ ഒരുപാട് സുവിശേഷകരക്കാരെ വന്നിട്ടുണ്ട്. നമ്മുടെ വേലയിൽ പണ്ടുണ്ടായിരുന്ന കല്ലുമല മാവേലിക്കലുള്ളതായ PK ചാക്കോ, ടൈലർ യാക്കോച്ച എന്ന് പറയുന്ന പഴയ ഒരു അപ്പോസ്തലൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ മീറ്റിങ്ങിനെ ഒരു പ്രധാനപ്പെട്ട പാസ്റ്റർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക, വർക്കേഴ്സിന് സ്റ്റഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഫോൺ വന്നു. തൻ്റെ ഭാര്യ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി പീരീഡായിരുന്നു, എൻ്റെ ക്ലൈമാക്സിലെത്തി, വീട്ടിൽ തന്നെയാണ്. കാരണം രോഗശാന്തി വിശ്വസിക്കുന്നൊരു കുടുംബമാണ്. അതുകൊണ്ട് ആശുപത്രി പോകത്തില്ല, കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ വേറെ ആരുമില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ക്ലാസ് നിർത്തി. അപ്പോൾ ഞാനിന്ന് വിശ്വാസിയാണ്, ഒരുപാട് ഭാഷന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നോടുകൂടി എന്നെ നിർത്തണം. താൻ എന്നോട് പറയുകയും ചെയ്തു, എൻ്റെ 2ാം സ്ഥാനം ഞാൻ തരാം, ഞാൻ കഴിഞ്ഞ സ്ഥാനം നിങ്ങൾക്ക് തരാം, എന്നോട് വിലയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അപ്പോസ്തലിക വിലയെക്കുറിച്ചുള്ള പ്രതിഷ്ഠയെക്കുറിച്ചാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ താൻ ഈ പെട്ടെന്ന് ഭാര്യയോട് ഈ അസ്വസ്ഥ വന്നപ്പോൾ താൻ എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയാകുഞ്ഞി ക്ലാസ്സിലെടുക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വാസിയായി 1 വർഷം, വിശ്വാസി വന്ന് 1 വർഷമേ ആയുള്ളൂ. അന്നത്തെ ആ ആത്മീയ എരിവും ചൂടും വചനത്തിനുള്ളതായ ഇതും കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്. ഒരു കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യ, മക്കൾ അതൊക്കെ വിലയേറപ്പെട്ടതാണ്, അതിനെ തള്ളിക്കളയാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ളതുകൊണ്ടാണ് തീമോഥെയോസ് നമ്മൾ വായിക്കുമ്പോൾ അധ്യക്ഷനേക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, മക്കളെ നോക്കുന്നവരായിരിക്കണം, അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് കുടുംബജീവിതം ശുശ്രൂഷ ചെയ്യുന്നത് തെറ്റല്ല. കുടുംബക്കാരുടെ ശുശ്രൂഷയോ കുടുംബപരമായ വേല ചെയ്യുന്നതോ ബൈബിൾപരമായിട്ടും ശരിയാണ്, അതൊരിക്കലും തെറ്റല്ല. ഏതെങ്കിലും CPM-കാർ അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനാണ് ശരിയല്ലാത്തത്. കാരണം കുടുംബസ്ഥർക്ക് വേലയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ നിങ്ങൾക്കുള്ളവരെ വിട്ടിട്ട് വരാനാണ് പറഞ്ഞത്. ഭാര്യയായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും ശരി, അവരെ വിട്ടിട്ട് വരണം. അപ്പോൾ പിന്നെ അവരുടെ കാര്യം എന്ത് ചെയ്യും? അത് ദൈവം നോക്കിയോളും. അവരുടെ കാര്യം ദൈവം നോക്കിയോളും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അപ്പോൾ ദൈവം ഒരു കാര്യം അറിയാതെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇപ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്ന സമയത്ത് വീടിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ബിസിനസ് ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അപ്പനോടുകൂടെ ശ്രദ്ധിക്കുന്നൊരു സമയം കൂടെ ആയിരുന്നു, പഠിക്കുന്നുമുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ വേലയ്ക്ക് വന്നപ്പോൾ അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പുള്ളിക്കാരൻ നമ്മുടെ ചീഫ് പാസ്റ്റർ പറഞ്ഞു, എൻ്റെ വലം കൈ പെട്ടിക്കൊണ്ട് ദൈവം പോകാമെന്ന് പറഞ്ഞു. പാസ്റ്റർ അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അതാ എന്നോട് നീ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നില്ല. അപ്പം ഞാൻ ഈ അപ്പനോട് പറഞ്ഞു, അപ്പൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അത് നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിക്കാം, ഞാൻ ഒരു പേപ്പർ എഴുതി തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് അപ്പോൾ ഞാൻ പറഞ്ഞു, ജ്യേഷ്ഠനുണ്ടല്ലോ. അപ്പോൾ ജ്യേഷ്ഠനെ സംബന്ധിച്ച് അന്ന് പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഭൗമിക വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടിയിട്ട് പോലും പുള്ളിക്കാരൻ അത് കളഞ്ഞിട്ട് വന്നിട്ട് വേറെ ജോലി കയറി. അങ്ങനെ സ്വത്തുണ്ടാക്കണം, ഇതൊന്നും ആഗ്രഹമില്ലാത്തൊരു ജ്യേഷ്ഠനായിരുന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, ജ്യേഷ്ഠനുണ്ടല്ലോ, ദൈവം നോക്കിക്കൊള്ളു പറഞ്ഞു. ഞാൻ സുവിശേഷയിലേക്ക് പോയി, ദൈവം നോക്കി. ആ ജ്യേഷ്ഠനെ ഉള്ള ജോലി രാജിവെച്ച് വന്ന് ഒരു ടൂറിസത്തിലേക്ക് ഇറങ്ങി ഹൗസ് ബോട്ടും ഒക്കെ ഉണ്ടാക്കി വിൽക്കാനും ഹൗസ് ബോട്ട് നടത്താനും വീട്ടിൽ കടവിൽ വെച്ച് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിച്ചു. ഭൗമികാര്യം പറഞ്ഞത്. അപ്പം നമ്മളെ ഒരാൾ ദൈവം വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യനോട് ദൈവം നോക്കിയോളും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരിൽ അങ്ങനെ വിളിച്ചിരിക്കുകയാണ് എല്ലാവരും വിട്ടുവരാൻ.
രണ്ടാമത് എല്ലാം വിട്ടുവരാനും പറഞ്ഞു. 33-ാം വാക്യം അങ്ങനെ തന്നെ നിങ്ങൾക്കുള്ളതൊക്കെയും വായിക്കാം. ലൂക്കോസ് സുവിശേഷം 14:33. ഇംഗ്ലീഷ് വായിക്കുക. So likewise, whosoever he be of you that forsaketh not all that he hath, forsake everything, എല്ലാവற்றைയും വിട്ട് അങ്ങനെ തന്നെ വരുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. he cannot be my disciple. He cannot be my disciple. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡിസൈപ്പിളിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഡിസൈപ്പിളിന് ലോകത്തിലൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ലോകത്തിൽ ആരും സ്വന്തമാകാൻ പാടില്ല. കാരണം അവർ അപ്പോസ്തലന്മാരാണ്. അവരെല്ലായ്പ്പോഴും സഭയെ ചുമക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ശലോമോൻ്റെ ആലയത്തിലേക്ക് സമാഗമനത്തിലെ പിച്ചളത്തൊട്ടി ശലോമോൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ പിച്ചളത്തൊട്ടിയുടെ സ്ഥാനത്ത് 12 കാളകളുടെ പുറത്തിരിക്കുന്ന കടൽത്തൊട്ടിയാണ്. 1 രാജാക്കന്മാർ പുസ്തകം 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയ കടൽത്തൊട്ടി 12 കാളകളുടെ പുറത്തതിരിക്കുന്നതാണ്. ആ വാക്യം കണ്ടെങ്കിൽ വായിക്കാം. അപ്പോൾ അതേതേ കാണിക്കുന്നു? 12 അപ്പോസ്തലന്മാർ ചുമക്കുന്ന സഭയാണ്. അവർക്ക് വേറൊന്നുമില്ല. അവരുടെ സ്വന്തം പറയുന്ന സഭയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ വിജയിച്ചു വരുന്നതിന് കാരണം. ആദിമസഭയുടെ പിന്തുടർച്ചയാണല്ലോ കത്തോലിക്ക സഭ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബ. അവിടെയൊക്കെ മേൽപ്പെട്ടക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കത്തില്ല. വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം ദൈവത്തോട് മത്സരിക്കുകയല്ല, അന്ത്യകാലത്ത് വിവാഹം വിലക്കുന്നവരെന്നുള്ള ഉപദേശമല്ലത്. അന്ത്യകാലത്തിൽ ആരും വിവാഹം വിലക്കാൻ അവകാശമില്ല. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടുതൽ കഷ്ടങ്ങളുണ്ടാകും. പേരൻസ് മീറ്റിങ്ങിന് പോകണം, പിള്ളേർ വഴക്കുണ്ടാക്കിയാൽ അവിടെ പോകണം, സമ്മാനം പറയണം, പിന്നെ ഇവരെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാലം കൂടെ ഇല്ലേ. അത് ചെയ്യട്ടെ, അതിന് കുടുംബം വേറെ എന്നുള്ളതാണ്. എന്നാൽ ഇതിനു വേണ്ടി ദൈവം ചിലരെ വേർതിരിക്കും. അപ്പോൾ അവർ ഈ കടൽത്തൊട്ടിയെ ചുമക്കുന്നവരായിരിക്കും. 12 കാളുകളുടെ പുറത്താണ് ഈ കടൽത്തൊട്ടി ഇരിക്കുന്നത്. വായിക്കണ്ടോ വാക്യം? 1 രാജാക്കന്മാർ പുസ്തകം 10-ൽ 10 കാണുന്നതോ ഇതാ ഈ സിംഹാസനം അല്ലേ. എന്നാൽ അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ ആ 12 കാളകൾ എന്ന് പറഞ്ഞാൽ ദാസ്യത്വത്തെ കാണിക്കുകയാണ്. അവരെന്നും ദാസന്മാരായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണം. അതാണ് കടൽത്തൊട്ടി. പിച്ചളത്തൊട്ടി കടൽത്തൊട്ടി ആകുമ്പോൾ അപ്പോസ്തലമായ ഉപദേശങ്ങളിൽ വളരുകയാണ്. സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെ ദിവസം പ്രതി സഭയോട് ചേർത്തു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യം വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നമ്മുടെ അപ്പോസ്തലന്മാർ യാത്രയാകുന്ന സമയത്ത് പിന്നീട് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ യാത്രയൊക്കെ നോക്കി, ഓരോ സ്ഥലത്ത് കാരാഗ്രഹത്തിൽ പിടിച്ചിടുക, കല്ലെറിഞ്ഞ് കൊല്ലുക, ദൈവം ഉയർപ്പിക്കുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതം അവസാനം യെരുശലേമിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, നീ യെരുശലേമിൽ ചെല്ലുമ്പോൾ നിന്നെ കെട്ടി ഏൽപ്പിക്കും, അവിടെ നിനക്ക് മരണം പോരാട്ടം ഉണ്ടാകും. ഉടനെ പൗലോസ് പറഞ്ഞു, നിങ്ങളെന്തിനെ എന്നെ വിഷമിപ്പിക്കുന്നേ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെടാൻ മാത്രമല്ല അവരോട് മരിക്കാനും തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു കുടുംബജീവിതം ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് ബുദ്ധിയോടെ അങ്ങനെയുള്ളവർ മതി, ആ വെളിപ്പാടും ദർശനമുള്ളവരും ദൈവം വിളിക്കുന്നവർ മതി. അല്ലാത്തൊരു വന്നാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ബുദ്ധിമുട്ടാണ്. ഇനി വരുന്നവരും ചിലപ്പോൾ ഫെയിലറാകുന്നില്ലേ? യൂദാസ് ഫെയിലറായി. പത്രോസ് പിന്മാറാൻ പോയി, പക്ഷെ പിടിച്ചോണ്ട് വന്നു. പത്രോസ് പിന്മാറ്റത്തിൽ പോയി പിടിച്ചോണ്ട് വന്നു. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ വീട്ടിൽ പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കഷ്ടവും പ്രയാസവും അനുഭവിച്ച് വീട്ടിൽ പോയവർ തിരിച്ച് കൊണ്ടുവന്ന് ഫെയ്ത്തോടെ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടവരുമുണ്ട്. പാസ്റ്റർ ബോബി ഈ വേല പട്ടിണി എടുക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട്, താൻ നല്ല സൗകര്യം ജീവിച്ച മനുഷ്യനല്ലേ, പട്ടിണി എടുക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് താൻ തിരിച്ചു പോയി. അതേ ലൂതറൻ മിഷനിലെ ഒരു സമുദായ സഭയുടെ ഒരു പാതിരിയുടെ മകനാണ്. രാത്രി ചെന്ന് സേലത്തിൽ ചെന്ന് ഈ പാതിരിയുടെ ക്വാർട്ടേഴ്സിൽ പാഴ്സണായി പോയി തട്ടി. അപ്പൻ അച്ഛൻ കഥ പറഞ്ഞു, മോൻ ബോബിയാണ്, CPM വേലക്കാരൻ. എന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കില്ല ചെയ്യേണ്ടത്. പെന്തിക്കോസ് വിട്ട് വന്നതിന് പുള്ളി സന്തോഷം പറയേണ്ടതാണ്. ബോബിയോട് എന്താ വിഷയമെന്ന് ചോദിച്ചു. അത് അപ്പ എനിക്കെന്താ വേല കഷ്ടമാണ്, ചെയ്യ മുടിയാതെ, ரொம்ப കഷ്ടമാണ് വേല, എന്നാൽ മുടിയാതെന്ന് പറഞ്ഞു. ഈ അച്ഛൻ എന്ത് ചെയ്തറിയാവോ? പള്ളിയിൽ അച്ഛൻ ആ ജനൽ വലിച്ചങ്ങ് അടച്ചു. അടയ്ക്കുന്ന വരുമ്പോൾ പറഞ്ഞു, നിനക്കിവിടെ സ്ഥാനമില്ല, നിൻ്റെ ദൈവത്തിന് കൊടുത്തതാണ്. നീ അവിടെ പോയി പാസ്റ്റർ സി ജോണിൻ്റെ അടുത്ത് പോയി ക്ഷമ പറഞ്ഞ് അവിടെ കഷ്ടത്തിൽ പോയി മരിക്കണം, നിൻ്റെ സ്വർഗത്തിൽ കാണണം ഒരു അപ്പോസ്തലനായിട്ട്.
പാസ്റ്റർ പോയി ആ പെട്ടി തൂക്കിയിട്ട് തിരിച്ചു വന്ന് പാസ്റ്റർ സിജോട് ക്ഷമ പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടൊരു വേലക്കാരനായിട്ട് അവസാനിച്ചു. എന്തെല്ലാം ടാലൻ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിലൂടെ ഒരു ഫെയ്ത്ത് പോലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവർ, അതാരെയും അയച്ചവരെ കൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പോസ്തലന്മാർക്ക് വിളിക്കപ്പെട്ടിരിക്കണം, അയക്കപ്പെട്ടിരിക്കണം, വിശ്വാസയോഗ്യം ചെയ്തവനായിരിക്കണം, പ്രതിഷ്ഠയുള്ളവനായിരിക്കണം, അഭിഷിക്തനായിരിക്കണം, ലോകപ്രകാരം ആരെയും അറിയാത്തവരായിരിക്കണം, പിന്നെ ജഡപ്രകാരം ആരെയും അറിയപ്പെടാതെ, പിന്നെ 6-7 ഗുണങ്ങളുണ്ടായിരിക്കണം. അതിൽ ചിലർ ഫെയിലറാകുന്നുണ്ട്. ഫെയിലറാകുന്നവരല്ല നോക്കേണ്ടത്, ജയിക്കുന്നവരെയാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ആ വേല ഉള്ളത് കൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ കത്തോലിക്കാ സഭയും പെന്തിക്കോസ് മിഷനും ഇത്രയും സമൃദ്ധിയായി മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണ്? കത്തോലിക്കാ സഭയിലും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാരും കന്യാസമുണ്ട്. അവരുടെ സ്വത്ത് എന്ന് പറയുന്ന സഭയാണ്. പെന്തിക്കോസ് മിഷനെ സംബന്ധിച്ച് ഇവിടുത്തെ വേലക്കാരും അവർക്ക് ആകെ സ്വത്ത് അവരുടെ സഭയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നല്ല ശതമാനം വേലക്കാരും ആത്മാർത്ഥയോടുള്ള ജീവൻ കൊടുത്ത് ആ മാർഗത്തിന് വേണ്ടി ചെയ്യും. ഇപ്പോൾ പല ഭാഷമാർ പറയാമല്ലോ, TPM-ലെ ഫെയ്ത്തൊക്കെ ഉണ്ട്, നല്ല സന്തോഷമാണ്, അത് നല്ല വൃത്തിയായിട്ടും നല്ല രീതിയിലൊക്കെ. കാരണം അവർക്ക് വേറെ പൈസയുടെ ആവശ്യമില്ല. അവർക്ക് ലഭിക്കുന്ന പൈസ അല്ലെങ്കിൽ അവർ ദൈവത്തോട് പ്രാപിക്കുന്ന പണം അത് ആ സഭകളിൽ അവിടെയുള്ള വേലയ്ക്ക്, അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി, ആ നന്മയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കും. അല്ലാത്തൊരു ഒക്കുമോ? അല്ലാത്തൊരു ഒക്കില്ലല്ലോ. ഇതെല്ലാം പ്രാരാബ്ദം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ഈ 2 വേല സൈമിൾട്ടാനിയസായിട്ട് ദൈവം കൊടുക്കുന്നത്. തീമോഥെയോസ് ലേഖനത്തിൽ കുടുംബസ്ഥരുടെ വേല പറ്റി പറയുന്നുണ്ട്, ഇവിടെ അപ്പോസ്തലന്മാർ. അപ്പോൾ 12 കല്ലെന്ന് പറയുന്നത് ഇതേ കാണിക്കുന്നു. യോർദാനിലെ 12 കല്ല് എടുത്ത് ഗിൽഗാലിൽ കൊണ്ട് നാട്ടി. ആ വാക്യം കൂടെ വായിച്ച് 4-ാം അധ്യായത്തിന് 8-ാം വാക്യം. യോശുവ 4:8. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. 12 കല്ല് യോർദാനിൽ നിന്ന് എടുത്തതാണ്. അത് ഇതേ കാണിക്കുന്നു. ആദ്യം ആ കാലത്തെ അപ്പോസ്തലന്മാർ തൊട്ട് ഇങ്ങോട്ട് ഒരു കൂട്ടർ അപ്പോസ്തലന്മാരും വിശ്വാസികളും മരിച്ച് അല്ലെങ്കിൽ മൺമറിഞ്ഞു പോകുന്നെങ്കിൽ പറഞ്ഞാൽ ഒക്കത്തില്ല, അവർ മഹത്വത്തിൽ പ്രവേശിച്ചു. നമ്മളങ്ങനെ പറയുന്നത്. ഈ ലോകപ്രകാരം ചിലർ കാലം ചെയ്തു, നാട് നീങ്ങി, അന്തരിച്ചു എന്നൊക്കെ പറയുമ്പോൾ പെന്തിക്കോസുകാർ പറയുന്നത് മഹത്വത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആ മഹത്വത്തിൽ പ്രവേശിക്കുന്നതാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. അതായത് മരിച്ചുപോയ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലമായ സഭ അവരെന്ത് ചെയ്തു? ഗിൽഗാലിൽ പ്രവേശിച്ചു. അതാണ് ക്രിസ്തുവിൽ മരിച്ചവർ. വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? അതേ സ്ഥാനത്തിൽ 12 കല്ലുണ്ട്. ചില പറയുന്ന ആദ്യത്തെ 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ, പിന്നെ അപ്പോസ്തലന്മാരില്ല. അത് അവർ അപ്പോസ്തലന്മാരെ കുറിച്ച് അറിവില്ലാത്തവരും അവർ അപ്പോസ്തലന്മാരല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇന്നും സഭ ലോകത്തിനടുത്തുള്ള കാലം അപ്പോസ്തലന്മാരുണ്ട്. വേറൊരുത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ്, ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനമുണ്ടല്ലോ, ഇനി അടിസ്ഥാനത്തിന് വിശ്വാസികൾക്ക് പണിതാൽ പോരെന്നാണ്. അവയായിരിക്കും കെട്ടിടപ്പണി പോലെയാണ്. കെട്ടിടപ്പണി ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വിശ്വാസി യേശുക്രിസ്തു എന്ന അടിസ്ഥാനവും അപ്പോസ്തലമായ ഉപദേശത്തിനും വളരണം. അപ്പോൾ ചോദിക്കും, ബൈബിൾ വായിച്ചാൽ പോരെന്ന് ചോദിക്കും. ബൈബിളുണ്ടല്ലോ ഉപദേശമൊക്കെ. അങ്ങനെ ബൈബിൾ മാത്രം വായിക്കാനായിരുന്നെങ്കിൽ ഈ കൂട്ടായ്മയുടെ ആവശ്യമൊന്നുമില്ല, സ്കൂളിൻ്റെ ആവശ്യമില്ല, സിലബസ് അടിച്ച് വായി കൊടുത്താൽ പോരെ. ഇത്രയും ഫീസ് കൊടുത്ത് ബസ് ചാർജ് കൊടുത്ത് സ്കൂളിൽ വിടേണ്ട ആവശ്യമുണ്ടോ? ഓരോ സിലബസ് അടിച്ച് കിട്ടിയിരുന്ന് പിള്ളേർ പഠിച്ചാൽ മതി, അപ്പനും അമ്മയും പഠിപ്പിച്ചാൽ കാര്യം തീരും. എത്രയോ ലക്ഷങ്ങൾ ലാഭമാണ്. ഇത് ലഞ്ചവും കൊടുത്ത് പിന്നെ കൈമുടക്കം കൊടുത്ത് ഫീസും കൊടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ പഠിപ്പിക്കാൻ ആൾ വേണം. പക്ഷേ അതിൽ കള്ളന്മാരുണ്ട്. ഇവിടെയില്ല, ഇപ്പം തന്നെ ടീച്ചർമാരെ മയക്കുമരുന്നിന് ഏജൻസികളായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ആത്മീയ കൂടത്തിൽ കള്ളന്മാരുണ്ട്, അത് നോക്കണ്ട. അപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാ കാലത്തും ഉണ്ട്. അത് 12 പേര് അവസാനിക്കുകയല്ല. 12 പേര് ഗിൽഗാലിൽ പ്രവേശിക്കുമ്പോൾ അടുത്ത 12 പേര്, 12 എന്ന് പറഞ്ഞാൽ അപ്പോസ്തലരുടെ കൂട്ടം ഇന്നും യോർദാനിൽ മധ്യേ നിൽക്കുകയാണ് സഭയ്ക്ക് വേണ്ടി, സഭയെ പണിയുവാനും സഭയെ ഉദ്ധരിക്കുവാനും. എന്നാൽ ചിലർ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർക്ക് വേണ്ട തന്നെ പണിതു. ഉപദേശങ്ങൾ പഠിക്കണ്ടേ? ഇപ്പോൾ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തുമാത്രം മനുഷ്യർ കേൾക്കുന്നു. അവർ പലരും പറയുന്നു ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇത് കേട്ടതിന് ശേഷം എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്രമീകരിക്കാനും സാധിച്ചു എന്ന് എൻ്റെ ഫോൺ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇത് ആരോട് പഠിച്ചു? ഒന്ന് ബൈബിളിൽ നിന്ന് പഠിച്ചു, 2 ഇതുപോലുള്ള അപ്പോസ്തലന്മാർ, നല്ല ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ ആ കാലത്തിൽ മദ്രാസിലുണ്ടായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്ന വർഷങ്ങളിൽ അവരിത് പഠിച്ചു. ഇന്നാരിൽ നിന്ന് പഠിച്ചു. പൗലോസ് ഇന്നാരിൽ നിന്ന് പഠിച്ചു എന്ന് നീ ഓർത്തുകൊള്ളുക. അപ്പം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം. അറിവുള്ളവർ, ആര് നിയമിക്കപ്പെട്ടവരിൽ നിന്ന് പഠിക്കണം.
അല്ലാത്തത് പഠിച്ചു കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ആളുകൾ ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ടാണ് 12 പേര് ഗിൽഗാലിൽ പ്രവേശിച്ചപ്പോൾ ആ സ്ഥാനത്ത് 12 പേര് വീണ്ടും ഇന്ന് ലോകത്തിലുണ്ട്. അത് ചിലർ പറയുന്നത് അങ്ങനെയില്ല, ആകെ 12 പേരേ ഉള്ളൂ. അല്ല, ബൈബിൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 14:14 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും എന്നാണ് പറയുന്നത്. വായിച്ചേ, അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 14:14. റീഡ് ഇൻ ഇംഗ്ലീഷ്. Which when the apostles, the Barnabas and the Paul heard of, they rented their cloth. ബർന്നബാസ് ആൻഡ് പൗൽ അവരെ അപ്പോസ്തലന്മാർ. അപ്പോൾ 12-14 പിന്നെ തീമോത്തിയോസ്, തീത്തോസ് എന്ന് വേണ്ട സിൽവാനോസ്, സീലാസ്, ഒരു വലിയ സമൂഹ അപ്പോസ്തലന്മാർ നിറയെ ഇവിടെ കാണുന്നു. ഇനി ആദിമകാലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും വസ്തു വിറ്റ് അല്ലെങ്കിൽ തങ്ങൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കൊണ്ട് കൊടുക്കുന്നത് തെറ്റാണെന്ന് ഇപ്പോൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരുത്തിന് ഇവിടെ നിന്നൊക്കെ പിച്ചുമ്പയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് ശരിയല്ല, അവന്മാർ മണ്ടന്മാരായതുകൊണ്ടാണ് എല്ലാം വിറ്റ് കൊണ്ടുവന്ന് പാസ്റ്റർമാരെ കൊടുക്കുന്നു പറയുന്നത്. അത് ആദിമസഭയിൽ മാത്രമല്ലെങ്കിൽ അന്നത്തെ 12 അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തെങ്കിലും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ അഭിപ്രായം. അത് പുള്ളിയുടെ രാജ്യം. പുള്ളിയുടെ രാജ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിനാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് കർത്താവിൻ്റെ വരെയും മാറ്റുന്നില്ല. പിന്നെ യൂട്യൂബിൽ കയറി സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറക്കാനോ അല്ലെങ്കിൽ കൂടുതൽ റേറ്റ് കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ സന്തോഷം പിടിക്കാൻ വേണ്ടി അവരും പറയും. അത് കേട്ട് പെന്തിക്കോസുകാരും ഇളകാൻ പോകണ്ട. ഉപദേശം കർത്താവിൻ്റെ വരെ ഒന്ന് തന്നെയാണ്, മാറ്റമില്ലാത്ത ഉപദേശമാണ്. തന്നെയല്ല അവിടെ വായിക്കുന്നുണ്ടല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ ഏതൊരു അധ്യായത്തിൽ പറയുന്നില്ലേ, ബർന്നബാസ് എന്ത് ചെയ്തു? സൈപ്രസിൽ ഇപ്പോൾ ഉണർവ് നടക്കുന്ന കാലമാണ്. അവിടെ യഹൂദന്മാർ കൂട്ടത്തോടെ താമസിക്കുന്നൊരു സ്ഥലമാണ് സൈപ്രസ്. അപ്പോൾ ആരംഭകാലത്ത് തന്നെ സൈപ്രസിൽ ഉണർവുണ്ടായി. പിന്നെ സൈപ്രസുകാരനായ ബർന്നബാസ് എന്ന ലേവ്യൻ തങ്ങൾക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പ്രബോധനപുത്രൻ 6 ഉണ്ടല്ലേ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലോ ഉണ്ട്. പ്രബോധനപുത്രൻ എന്നറിയപ്പെടുന്ന ബർന്നബാസ് എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ അത് വെളിപ്പാടുള്ളവർ ചെയ്യട്ടെ, അല്ലാത്തവർ ചെയ്യണ്ട. അല്ലാത്തവർ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു. അപ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവകാശമില്ല. കാരണം ബൈബിളിൽ ഇന്നും ആ വാക്യമുണ്ട്. തന്നെ ഞങ്ങളതിന് സാക്ഷികളാണ്. ഞങ്ങളൊക്കെ പെന്തിക്കോസ് ജനിച്ചവരല്ല. മറ്റ് സമുദായങ്ങളിലും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ഒക്കെ ജനിച്ചവരായ ഞങ്ങൾ ഈ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ആരും പറഞ്ഞിട്ടല്ല. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വേലയ്ക്ക് വരരുത്, വലിയ കഷ്ടമാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്, മറ്റു 16 കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് എന്നെ വിലക്കാൻ ശ്രമിച്ചു. വരരുത്, കഷ്ടമാണ്, നിങ്ങൾ നിൽക്കത്തില്ല. പക്ഷേ അന്ന് തന്നെ ഞാൻ ഫോം എഴുതി 1981 മാർച്ച് 1-ാം തീയതി ഈ സുവിശേഷ വേലയ്ക്ക് വരികയും ചെയ്തു. 81-ൽ ഇത്രയും വർഷമായിട്ട് ഈ സത്യം നീക്കാൻ സാധിച്ചല്ലോ. പിന്നെ പറഞ്ഞൊക്കെ നടന്നിട്ടുണ്ട്. ആ പറഞ്ഞ എല്ലാ കഷ്ടങ്ങളും 1 by 1 ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവകൃപ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ 12 പേരെ കൊണ്ട് അവസാനിക്കുകയല്ല, അവസാനം വരെ ഉണ്ട്. കള്ള അപ്പോസ്തലന്മാരുണ്ട്, പൗലോസ് കള്ള അപ്പോസ്തലന്മാർ, കള്ള സഹോദരങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് കിടക്കും. ഇനി അപ്പോസ്തലന്മാർ ലോകാവസാനം വരെ ഉണ്ടെന്നുള്ളതിന് തെളിവ് മറ്റൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നത് എന്താ? നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കി. വായിക്കാം വാക്യം 22-ന്റെ അവസാനം. ആകാശത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെ ശിഷ്യരാക്കി. വായിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും സ്നാനം കഴിപ്പിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിലാണ് ആര് കഴിപ്പിക്കേണ്ടത്? യേശു കർത്താവ് ഓർഡർ കൊടുത്തിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പിന്നീട് നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവരുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവരുണ്ട്, യോഹന്നാൻ്റെ പേര് സ്നാനപ്പെടുന്നവരുണ്ട്. അതൊന്നും വാല്യുബിളല്ല. മനസ്സിലാകുന്നു? പറഞ്ഞിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയായിരിക്കണം സ്നാനം. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു സഭയോട് അല്ലെങ്കിൽ ഒരു കൂട്ടർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരോട് സ്നാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? 18-ാം തോന്നല്ലേ അപ്പോസ്തല പ്രവൃത്തി. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ചിലരുടെ വ്യാഖ്യാനം ആദിമസഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം
അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് രണ്ടാമത് വരേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ വീണ്ടും രക്ഷിക്കപ്പെട്ടവരോട് ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ അവർ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഉടനെ പൗലോസ് അങ്ങനെ പിന്നെ സ്നാനം ഏതായിരുന്നു? സ്നാനപ്പെടുത്തേണ്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടിട്ടില്ലെങ്കിൽ സ്നാനം എന്തായിരുന്നു? കേട്ടോ വാക്യം. ഉടനെ എന്ത് ചെയ്തു? ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ 19-ന്റെ 2-ാം വാക്യം വായിച്ച് മൈക്കിക്കൂടെ. അപ്പോസ്തല പ്രവൃത്തി 19-2. മലയാളം പേര്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഉപദേശം പഠിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരുത്തം പ്രസംഗിച്ച് ഉണർവ് നടത്തിയിട്ട് കാര്യമില്ല. അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം നമ്മൾ. അപ്പോൾ വചനമുണ്ടല്ലോ, അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അതൊരു വചനമല്ലേ? ഇവിടെ അന്നത്തെ കാലത്തിൽ 2 സ്നാനം ഉണ്ടായിരുന്നു. ഒന്ന് യോഹന്നാൻ്റെ സ്നാനം, യേശുവിൻ്റെ സ്നാനം. ഈ അപ്പൊല്ലോസ് യോഹന്നാൻ്റെ സ്നാനം മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അപ്പോൾ യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ഒരു ഗ്രൂപ്പ് അപ്പോഴും പിന്നെ ഉണ്ട്. അവർ കുറേ പിന്നെ സ്നാനപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ്റെ പേരിൽ. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതാ സ്നാനപ്പെട്ടവരോട് ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നമ്മൾ ചോദിക്കുന്നില്ലേ, വിശ്വാസം രക്ഷിക്കപ്പെട്ടു, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇതന്നെ. അപ്പോൾ അവർ പറയുന്നു, വായിക്കാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും. അപ്പോൾ പിന്നെ സ്നാനത്തിന് പരിശുദ്ധാത്മാവിന് നാമം ഉപയോഗിക്കണ്ടായിരുന്നെങ്കിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച പോരായിരുന്നു. ഉടനെ പൗലോസ് ചോദിച്ചു, വായിക്കാം. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്നും അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ. യോഹന്നാന്റെ സ്നാനം. ആ കാലഘട്ടത്തിൽ യോഹന്നാന്റെ ശിഷ്യന്മാർ പലരും യേശുവോട് ചേരാതെ അവരവരുടെ വഴിക്ക് ഇങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ട് പോയിക്കുന്നുണ്ട്. അവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അന്നത്തെ കാലത്ത് 2 സ്നാനം നിലവിലിരുന്നത്. യോഹന്നാന്റെ സ്നാനം. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞ് 2-ാമത്തെ സ്നാനത്തിൽ അറിയപ്പെടുന്ന യേശുവിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞു യേശുവിൻ്റെ നാമം. ഇപ്പോൾ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബാലു എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ പേര് ചുരുക്കപ്പെടത്തില്ല. ലൂലു, ലാലു, അല്ലയോ? പിന്നെ ചുക്കു, ചക്കു, പേര് വലുതായിരിക്കും. അപ്പോൾ പേര് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ. അപ്പോൾ യേശുവിൻ്റെ നാമം യോഹന്നാൻ്റെ സ്നാനം. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം തലക്കെട്ടേ ഉള്ളൂ. പക്ഷെ സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പിന്നെയും ചോദിച്ചത്, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ സ്നാനം എന്തായിരുന്നു? ഏത് നാമത്തിലായിരുന്നു? അപ്പോഴവർ യോഹന്നാൻ്റെ സ്നാനമാണോ? താഴോട്ട് വായിച്ചേ. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ ആവശ്യമില്ലെന്ന് പറഞ്ഞവർ പോയില്ല. അങ്ങനെ പോകുന്ന പൊക്കോട്ടെ, നമുക്ക് തന്നെ അർത്ഥം. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. നോക്കണം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് ചോദിച്ചെന്താ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. അപ്പോൾ ഇവരുടെ സ്നാനം അതായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ചുരുക്കമായി പറയുന്നു കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയല്ല അവർ കൊടുത്തത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമേ യഥാർത്ഥ സ്നാനമായി മാറുന്നു. ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ കൊടുത്തു പോയെങ്കിൽ അത് ദൈവം അങ്ങനെ നടക്കുന്നത് നമുക്കറിയത്തില്ല. ഇവിടെ മത്തായി സുവിശേഷം 22 അവസാനത്തിൽ വായിച്ചേ, പിതാവിൻ്റെ യേശു തന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച്. യേശുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടന്നിരിക്കണം. ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വലിയ കാര്യമില്ല. കാരണം വരുവിൻ, ഉൽപ്പത്തി ദിവസം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. ആരെ നമ്മുടെ സ്വരൂപം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. നോക്കണം. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപം. മനുഷ്യൻ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ 3 അനുഭവങ്ങൾ. അതാ പിതാവായ ദൈവം. ആ ദൈവത്തെ ആരും ഒരാൾ കാണത്തില്ല, കണ്ടിട്ടുമില്ല, കാണാൻ ഒക്കുന്നുമില്ല. അവൻ്റെ മുഖം ദർശിക്കുന്നൊക്കെ പറഞ്ഞാലും അത് തേജസ്സിൽ ചെന്നവർ മാത്രം. അപ്പം പിന്നെ ആ പിതാവിനെ വെളിപ്പെടുത്തിയത് തൻ്റെ മടിയിലിരുന്ന ഒരേ പേരായ ക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് യേശു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. അപ്പോൾ ചില പറയുക യേശു പിതാവ് ഒന്നല്ലെന്ന് പറഞ്ഞാൽ യേശു ഫിലിപ്പോസ് ഞാനും പിതാവും ഒന്നാകുന്നു. ആ പിതാവ് വചനമായിട്ട് വെളിപ്പെട്ടു. ആ വചനം ജഡത്തിൽ വന്നത് ക്രിസ്തുവാണ്.
അപ്പോൾ പിതാവിനെ ആർക്കും പോയി കാണാനൊക്കില്ല. അത് വചനമായിരുന്നു, വചനത്തിൻ്റെ പ്രകാശം. പക്ഷെ അത് ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ ക്രിസ്തുവായിട്ട് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്. അല്ലാതെ രണ്ടുപേരും രണ്ടായിട്ടല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. യേശു പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലുണ്ടല്ലോ, നമ്മൾ പ്രാപിച്ചല്ലോ. ഞാൻ പ്രാപിച്ചു, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് എക്സ്പ്ലനേഷൻ ചെയ്ത ശേഷം പുസ്തകം എഴുതിയവർ എന്ത് ചെയ്തു? പുസ്തകം എഴുതി വേറെ ആളാണ്, പൗലോസല്ല. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം എഴുതി ലൂക്കോസ് എന്ന് പറഞ്ഞ വൈദ്യനാണ്, അത് വേറൊരു ശിഷ്യൻ. അപ്പോൾ അതേ എഴുതി വന്നപ്പോൾ ഷോർട്ടായിട്ട് മനുഷ്യൻ പറഞ്ഞു കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം യോഹന്നാൻ്റെ സ്നാനം പാരലായിട്ടുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം പറ്റൂ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തു, കർത്താവിൻ്റെ നാമം സ്നാനപ്പെടും. പക്ഷേ സ്നാനപ്പെടുത്തുമ്പോൾ അപ്പോസ്തലന്മാർ ഈ നമ്പറാണ് ഉപയോഗിച്ചത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. താഴോട്ട് വായിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. വിടുകയില്ല, സ്നാനപ്പെടുത്തിയിട്ടങ്ങ് വിടുകയില്ല. അവരെ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ഉപദേശങ്ങൾ അവരെ പറഞ്ഞ് അതിൽ വളർത്തിയെടുക്കണം. അതാണ് അടുത്തത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. ലോകാവസാനത്തോളം എല്ലാ നാളും. ശ്രദ്ധിക്കുക, എല്ലാ ഇംഗ്ലീഷിൽ വായിച്ചേ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. വായിക്കാം. Teaching them to observe all things whatsoever ലാസ്റ്റ് and have commanded you, and lo, I am with you always, even unto the end of the world. Even unto the end of the, I am with you always, even unto the end of the world. നിങ്ങൾ എന്ത് ചെയ്യും? യേശു ക്രിസ്തു പറഞ്ഞു ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ AD 67-70 ആയപ്പോഴേ ഈ അപ്പോസ്തലന്മാരെല്ലാം മരിച്ചില്ല, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു. ഇവരിങ്ങനെ ലോകാവസാനത്തിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ 12 അപ്പോസ്തലന്മാർ പോയെങ്കിലും അതിന് പകരം അടുത്തതാര് വരും? അടുത്ത അപ്പോസ്തലന്മാർ വന്നുകൊണ്ടേയിരിക്കും. കാരണം സഭ ലോകത്തിലെത്തുന്ന കാലം അപ്പോസ്തലന്മാരും സഭയിലുണ്ട്. അതുകൊണ്ടാണ് ലോകാവസാനം വരെയും യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും സഭയിൽ ലോകത്തിലുണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാം, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മരിച്ചുകൂടി പ്രധാനമന്ത്രി സ്ഥാനം ഇല്ലാതായില്ലല്ലോ. മുഖ്യമന്ത്രിമാർ മാറി മാറി VT സതീശൻ. അപ്പോൾ അത് പോസ്റ്റാണ്, അതെല്ലാ കാലത്തും നിൽക്കും. അപ്പോൾ അപ്പോസ്തലന്മാരില്ല, കല്യാണം കഴിച്ചവർ മാത്രമേ ഉള്ളൂ ശുശ്രൂഷ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇത് കൂട്ടിക്കളയുന്നതാണ്. യേശു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് ഉണ്ട്. പക്ഷെ അവർ പോയി, അടുത്തതാരാ? അവർക്ക് പകരം വേറെ ആൾ വരും, പിന്നെ അടുത്ത ആൾ വരും. ഇങ്ങനെ അപ്പോസ്തലന്മാർ എല്ലാ കാലത്തിലും ഉണ്ട്. ആ അപ്പോസ്തലന്മാരെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു പ്രധാന ശുശ്രൂഷയാണ്. ദൈവസഭയിൽ ഒന്നാമത് വായിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്നിങ്ങനെ 4:11 വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് അപ്പോയിന്റഡ് ആണ്. ശ്രദ്ധിക്കണം, ഇത് ദൈവം യേശു ക്രിസ്തു നേരിട്ട് നിയമിക്കുന്നതാണ് ഈ പറഞ്ഞ 5 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. എന്നാൽ തീമോഥെയോസിൽ പറയുന്നത് ആ കാലങ്ങളിൽ വേലക്കാർ കുറഞ്ഞു പോയി. വേലക്കാർ കുറഞ്ഞ കാലത്തിൽ സഭ നടത്താൻ ആളില്ല വന്നപ്പോൾ സഭയിൽ നിന്ന് ചില യോഗ്യതകളൊക്കെ കൊടുത്തിട്ട് അവിടെ മൂപ്പന്മാരെ സഭ പരിപാലനത്തിന് വെച്ചു. രണ്ടും രണ്ടാണ്. ഒന്ന് ദൈവം അപ്പോയിൻറ്റഡ് നിയമിച്ചു ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ. മറ്റവർ സഭാ പരിപാലനത്തിന് ആളില്ല വന്നപ്പോൾ എന്ത് ചെയ്തു? ആ സഭയിൽ നിന്ന് മൂപ്പന്മാരെ എടുത്തിട്ട് ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, പിള്ളേരുണ്ടായിരിക്കണം, അവരെ നന്നായി ഭരിക്കുന്നവരായിരിക്കണം, ശാന്തശീലനായിരിക്കണം, ചണ്ട കൂടാത്തവരായി ദ്രവ്യാഗ്രഹിയായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ സെലക്ട്. ഇപ്പം നാളെ ഇവിടെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ വേലക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോഴും ചിലരോടൊക്കെ വിളിച്ച് പറഞ്ഞു, നാളെ ചിലപ്പോൾ സഭയുടെ മൂപ്പൻ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും. വിശ്വാസികളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പണ്ടത്ത്. വേലക്കാർ പറഞ്ഞു വരിക, പശുപ്പാറയും ഏലപ്പാറയും ഇതെല്ലാം കൂടെ ഒറ്റ ആക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വേലക്കാരിൽ പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വാസികളിൽ കൊള്ളാവുന്നവരെ ഏതാ 50 കുടുംബം ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൊള്ളാവുന്നൊരു കുടുംബം ഏതാന്ന് നോക്കി അവരെ സഭാ ചാർജ് ചെയ്യിപ്പിക്കും. ഒരുങ്ങിയിരുന്നു കേട്ടോ, ചാൻസ് വരും.
അപ്പോൾ അവർ ഈ സഭയുടെ ചാർജായിട്ട് വെക്കും. ചിലപ്പോൾ കട്ടപ്പനയ്ക്ക് ചിലപ്പോൾ 1-2 അപ്പോസ്തലന്മാർ ശുശ്രൂഷകർ കാണും, പ്രതിഷ്ഠിക്കപ്പെട്ടവർ. അവർ വല്ലപ്പോഴും വന്ന് ഒരു മീറ്റിംഗ് നടത്തി വിസിറ്റ് ചെയ്തൊക്കെ പോകും. അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ല പിന്നെ AI സിസ്റ്റം AI വെക്കണം അല്ലേ? എല്ലാ ഫെയ്ത്തോടും ഒരു AI സിസ്റ്റം വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഞായറാഴ്ച ഒരു പ്രസംഗവും മീറ്റിങ്ങുകൾ നടത്തി കൊടുക്കും, അന്തസ്സായിട്ട് നടത്തി കൊടുക്കും. അങ്ങനെ ഒരു കാലമുണ്ട്. ഇതിൽ ഏതാ തിരഞ്ഞെടുക്കുന്നത് അറിയത്തില്ല. അതുകൊണ്ട് വിശ്വാസികളായി നിങ്ങൾ മൂപ്പന്മാരാകാൻ വേണ്ടി ഒരുങ്ങുന്നു. പക്ഷേ ഇത്രയും യോഗ്യതയൊക്കെ ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ പോയി ചിലപ്പോൾ ആരെയും കിട്ടത്തില്ലല്ലേ? തീമോഥെയോസിൽ പറഞ്ഞിരിക്കുന്ന 10-16 യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഉള്ളതിൽ ഉള്ളാവുന്നതിനെ പിടിച്ച് സെലക്ട് ചെയ്ത് വെക്കും. അവരെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇനി അവരെ നിങ്ങൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ അടുത്ത ആളെ ആക്കാം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇനി നടക്കാൻ പോകുന്നുള്ളൂ. കാരണം നിങ്ങൾ പിള്ളേരെയൊക്കെ സായിപ്പിന് കൊടുക്കുന്നു, അറബിക്ക് കൊടുക്കുന്നു, കർത്താവിന് കൊടുക്കുന്നില്ല. ആരുടെ കുറ്റമാണ്? സായിപ്പിന് കൊടുക്കാൻ എന്തോ സന്തോഷമാണ് ഇല്ലേ? യൂറോപ്പിലേക്ക് അയക്കാൻ, പ്രസംഗം പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ, ആസ്ട്രേലിയയിലേക്ക് അയക്കാൻ, പിന്നെ അറബി നാട്ടിലേക്ക് അയക്കാൻ ഒരു പ്രശ്നവുമില്ല. അവരെ ആര് കാത്തുകൊള്ളും? അതൊക്കെ അവിടുത്തെ ഷെയ്ക്ക് കാത്തുകൊള്ളും, അല്ല സായിപ്പ് കാത്തുകൊള്ളും. എന്നാലും കർത്താവ് കാത്തുകൊള്ളുമെന്ന് പറയാൻ നമ്മുടെ വിശ്വാസികൾ പലർക്കും ധൈര്യമില്ല. മനസ്സിലാവുന്നു? അപ്പോൾ പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യം ചിന്തിച്ച് നോക്കിയേ. ഒരു സമുദായ സഭയിൽ ജനിച്ചു വന്ന് ഞങ്ങൾ 2 പേരെ ഇപ്പോൾ ഈ വേലയിലുള്ളത്. ഒരാൾ ഡൽഹിയിലുണ്ട്, ഒരാൾ ഇവിടെയുണ്ട്. അപ്പോൾ ദൈവം വിളിച്ചു, ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് ജനിച്ചു വളർന്നവർക്ക് അതിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. സാരമില്ല. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതാണ് വേലക്കാരില്ലാത്ത സ്ഥലത്തിൽ സഭയിലെ വിശ്വാസികളെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കും തൽക്കാലത്ത്. അല്ലെങ്കിൽ അടുത്ത് പിന്നെ AIയിലായിരിക്കും. പക്ഷേ അതിനു മുമ്പ് കർത്താവ് വരട്ടെ, എൻ്റെ സഭയെ ചേർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണിപ്പോൾ. അപ്പം ലോകാവസാനത്തോളം വരെ ആരുണ്ട്? അപ്പോസ്തലന്മാർ ഉണ്ട്. എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും. അപ്പോൾ അവർ മരിച്ചു പോയെങ്കിൽ മറ്റൊരു കൂട്ടരുണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വേലയുടെ മറ്റൊരു വിഷയം നമ്മളിപ്പോൾ പഠിപ്പിക്കും, മൽക്കീസേദെക്കിൻ്റെ ക്രമം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവന് പിതാവില്ല, മാതാവില്ല, വംശാവലില്ല. വായിച്ചേ. അവന് പിതാവിൽ ഇല്ലെങ്കിൽ 7:11 വായിച്ച്. 7:11 ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണ വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ ആവശ്യം. മൽക്കീസേദെക്കിനെ പറ്റി മറ്റ് പെന്തക്കോസ്തുകാർക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് പ്രതിഷ്ഠയുടെ വേലയോ അല്ലെങ്കിൽ അപ്പോസ്തല വേലയെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം ഇല്ലാത്തത്തോളം കാലം ഈ മൽക്കീസേദെക്കിനെ പറ്റി അവർ ചിന്തിക്കേണ്ട ആവശ്യമേ അവർക്കില്ല. എന്നാലും ചില പ്രമുഖ പെന്തക്കോസ്തിലെ ശ്രേഷ്ഠരായ മനുഷ്യരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിലെ പഴയ സ്റ്റേറ്റ് ഓവർസിയർ ആയിരുന്ന M.E. ചാക്കോ സാർ ഞങ്ങളൊരു സ്ഥലത്ത് വെച്ച് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. IPCയുടെ പ്രസിഡൻ്റായിരുന്ന KC ജോൺ, PAV സാർ ഞാനും കൂടെ മാവേലിക്കരയിലെ കല്ലുമല കുഞ്ഞുമൻ പാസ്റ്റർ എടുത്തൊരു മീറ്റിങ്ങിന് സംബന്ധിച്ചിട്ടുണ്ട്. ആദ്യത്തെ അരമണിക്കൂർ ഞാൻ വിശ്വാസിയാണ് കേട്ടോ, അന്ന് ഞാൻ വിശ്വാസിയാണ്. എന്നോട് അരമണിക്കൂർ സാക്ഷിയും പ്രസംഗം പറയാൻ പറഞ്ഞു. അതിനുശേഷമാണ് പാസ്റ്റർ PAV സ്റ്റേറ്റ് ഓവർസിയർ, ART അതിശയത്തിൻ്റെ മകൻ, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് അദ്ദേഹം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു മാനേജറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് രണ്ടാമത് പ്രസംഗിച്ചത്. ഞാനിന്ന് വിശ്വാസിയാണ്. അപ്പോൾ അന്ന് ആത്മാവില്ല, അതുകൊണ്ടാണ് ഇതൊന്നും പ്രസവമില്ലാതെന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മൽക്കീസേദെക്കൊക്കെ ഈ പ്രതിഷ്ഠയുടെ വേല അവരാരും അതിന് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനും ഈ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചത്. അവരൊക്കെ ആയിട്ട് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കാനിടയായത്. അപ്പോൾ ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്നത് ഏതോ ഒരു രാജ്യത്തെ രാജാവാണെന്നാണ്. ഏതോ ഒരു രാജ്യത്തെ രാജാവല്ല. അത് കൃത്യമായിട്ട് പൗലോസ് അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വായിച്ച് ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണ വന്നെങ്കിൽ അതിൻകീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണ വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. യേശുക്രിസ്തു ഈ പറഞ്ഞ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യമില്ലെങ്കിൽ എന്തുകൊണ്ട് ലേവ്യ പൗരോഹിത്യം വിട്ടുകളഞ്ഞാൽ പോരായിരുന്നു? യേശുക്രിസ്തു എന്തിനാണ് മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ഒരു പുരോഹിതനായി വരേണ്ട ആവശ്യം? ആ ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചില മറ്റ് പെന്തക്കോസ്തുകാരോട് ഇതിനൊന്ന് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങളിത് പഠിച്ചിട്ട് ഇതിനൊന്ന് ആൻസർ ചെയ്യണം. ചോദ്യമാണ്. ഇപ്പം എല്ലാ പെന്തക്കോസ്തുകാരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കൃത്യമായ ആൻസർ കൊടുക്കണം.
ഈ പ്രസംഗത്തോട് ഞാൻ എല്ലാ പെന്തിക്കോസ്തുകാരോടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ എബ്രായർ 7:11 വായിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളത് അതിനൊരു ആൻസർ തരണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അങ്ങനെയെങ്കിൽ ചുരുക്കമായിട്ട് 3-4 കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പെന്തിക്കോസ്റ്റിൽ വീട്ടിൽ ഡിസ്കഷൻ നടന്ന വിഷയമാണിത് കേട്ടോ. അപ്പോൾ അവർക്ക് അതിശയം തോന്നി. അവരോട് അതിൻ്റെ ബുക്ക്ലെറ്റ് ചോദിച്ചു. ഞങ്ങളത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മൽക്കീസദേക്കിൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ അതെന്താണ്? ആ മൽക്കീസദേക്ക് ആരാണ്? മൽക്കീസദേക്ക് ക്രമം എന്താണ്? യേശു ക്രിസ്തു എങ്ങനെ മൽക്കീസദേക്കിൻ്റെ ക്രമത്തിലായി മാറി? ഇന്നും ആ മൽക്കീസദേക്ക് ക്രമത്തിൽ ശുശ്രൂഷകളുണ്ട്. അതാണ് വേദപുസ്തകം പറയുന്നത്. അതിലൊന്ന്, ആരാണ് മൽക്കീസദേക്ക്? വാക്യം മാത്രം പറയാം, എക്സ്പ്ലനേഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട്. മൽക്കീസദേക്കിനെക്കുറിച്ച് 3 വീഡിയോ അല്ലെങ്കിൽ 3 പ്രോഗ്രാം ഇത് കിടപ്പുണ്ട്. ഒന്നുകിൽ എൻ്റെ പേരടിച്ചാൽ മതി, ചെറിയാൻ കുഞ്ഞാണ് എന്ന് അടിച്ചാൽ മതി. TPM അടിച്ചാൽ അത് വരും. ഇങ്ങനെ റോൾ ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ കിട്ടും. അതിഷ്ടം പോലെ മൽക്കീസദേക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യാം. ഫോൺ നമ്പറിലൂടെ ഞാൻ ഓർപ്പിക്കാം. 75 10 85 59 51. 75 10 85 സോറി 75 10 85 59 51. അല്ലെങ്കിൽ 94 46 81 09 09. ഇതെല്ലാം പെന്തിക്കോസ്തുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്പർ തരുന്നത്. സാറിന് നമ്പർ കൊടുത്തിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ട് തരികയാണ് ഈ വിഷയത്തിന് വേണ്ടി മാത്രം. അപ്പോൾ മൽക്കീസദേക്കിനെ പഠിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് മൽക്കീസദേക്ക്? അതിന് 3 വാക്യം തരും. 1, ആദ്യമായിട്ട് മൽക്കീസദേക്കിനെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലുള്ള മൽക്കീസദേക്കിനെ കുറിച്ച്. 2, 110-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ നീ മൽക്കീസദേക്ക് ക്രമപ്രകാരം എന്നേക്കും വായിച്ച വാക്യം 110-ന്റെ നീ മൽക്കീസദേക്ക് ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ എന്നുള്ള നാമം യേശുവിനോട് പറഞ്ഞിരിക്കുകയാണ്. 1-ാം വാക്യം വായിച്ച കർത്താവിനോട് യഹോവ എൻ്റെ കർത്താവിനോട് അരുളി അപ്പോൾ യഹോവ എൻ്റെ കർത്താവിനോട്. അപ്പോൾ അവിടെ ത്രിത്വ ദൈവത്തെ കാണുന്നില്ലേ? യഹോവ എൻ്റെ കർത്താവിനോട് പറയുന്നു. വായിക്കാം. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. 4-ാം വാക്യം. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ മഹാപുരോഹിതനായിരിക്കും. ഇത് തന്നെയാണ് എബ്രായ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ എബ്രായക്കാർക്കാണല്ലോ പൗരോഹിത്യം. മറ്റു ജാതികൾക്കധികം പൗരോഹിത്യമില്ല. പണ്ട് ഈ ഹൈന്ദവരിലെ ബ്രാഹ്മൺസ് ആണല്ലോ പൗരോഹിത്യം പറഞ്ഞു നടക്കുന്നത്. ബാക്കിയുള്ള ജാതികൾക്കൊന്നും വലിയ പൗരോഹിത്യം വിഷയമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എബ്രായക്കാർക്ക് ഈ കാര്യം വളരെ വിശദമായിട്ട് പൗലോസ് എഴുതിയതിൻ്റെ കാരണം അവരാണ് ഈ പൗരോഹിത്യത്തിന് പ്രാധാന്യം കൊടുത്തതും പൗരോഹിത്യം പ്രാപിച്ചതും. പൗരോഹിത്യം ദൈവം കൊടുത്തതാണല്ലോ, അല്ലാതെ ഭൂമിയിൽ നിന്ന് മുട്ടി വിളച്ചതൊന്നുമല്ല ലേവ്യ പൗരോഹിത്യം. അത് പഴയ നിയമകാലത്ത് കൊടുത്തെങ്കിലും പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ലേവ്യ പൗരോഹിത്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് എബ്രായർ 5-ാം അധ്യായത്തിൽ പറയുന്നു നീ മൽക്കീസദേക്ക് ക്രമത്തിൽ എന്നേക്കും മഹാപുരോഹിതൻ എന്നറിയപ്പെടുന്നു. 5-ന്റെ 6-ാം വാക്യം. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. അടുത്ത് താഴോട്ട് വായിക്കും. ക്രിസ്തു തന്റെ ഐക്യ ജീവകാലം യേശു ക്രിസ്തു എങ്ങനെയാണ് ആ പൗരോഹിത്യത്തിലേക്ക് വന്നത്? ക്രിസ്തു തന്റെ ഐക്യകാലത്തിൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ പുത്രനെങ്കിലും എപ്പോഴാണ് പുത്രത്വം പ്രാപിക്കുന്നത്? അവനെ കൈക്കൊണ്ട് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പോൾ ഏതൊരുത്തരും യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളായി മാറും, കുടുംബത്തിൽ വരും. പക്ഷേ പുത്രത്വം പ്രാപിക്കത്തില്ല. പുത്രത്വം പ്രാപിച്ചത് എന്താ കുഴപ്പം? ബൈബിൾ പറയുന്നു ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ. അപ്പം വളർച്ചയില്ലാതെ പോയാൽ ദാസനായിരിക്കും അവിടുത്തെ കാര്യസ്ഥൻ, അത്രയും പറയാം. ഇനി പുത്രത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുത്രത്വം പ്രാപിച്ചു, അതിനെന്ത് ചെയ്യണം? അതിനാണ് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ് നമ്മൾ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ്, ആത്മാവിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ് ഈ പുത്രത്തിലേക്ക് വരുന്നത്. വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ, റോമർ 8-ന്റെ 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. അവിടെ കൊണ്ട് തിരിയല്ല, ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്, പൗരോഹിത്യത്തിലേക്ക്.
അപ്പോൾ ശരിയായ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അഭിഷേകം പ്രാപിക്കുന്നതോടുകൂടിയാണ് ആ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഓരോ വിശ്വാസിയും ആ പൗരോഹിത്യത്തിലേക്ക് വരിക ചെയ്യുന്നത്. പക്ഷേ പുരോഹിതനാന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞ് നടന്നൊരു കാര്യമുണ്ടോ? പുരോഹിതൻ്റെ വേല ചെയ്യണം. വിശ്വാസിയായാലും വേലക്കാരനായാലും ഞങ്ങൾ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നമ്മൾ പുരോഹിതന്മാരാ. നമ്മൾ രാജാക്കന്മാരുമാണ്, പുരോഹിതന്മാരുമാണ്. രാജാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വടി പിടിച്ചുകൊണ്ട് നോക്കും. രാജാവ് ചെയ്യേണ്ട കടമകൾ ചെയ്യണം, പുരോഹിതൻ ചെയ്യേണ്ട കടമകൾ ചെയ്യണം. പുരോഹിതൻ എന്താ? പുരോഹിതനെ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവൻ്റെ തോളിൽ 12 ഗോത്രങ്ങളുടെയും ചുമൽക്കല്ലുകൾ ഉണ്ടാകണം. അവൻ്റെ നെഞ്ചിലും മാർപ്പതക്കവും ചുമൽക്കല്ലും ഇതേ കാണിക്കുന്നു. വിശ്വാസിയായാലും വേലക്കാരനായാലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അന്യോന്യം ചുമക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നാം ചുമക്കുന്നവരായി തീരുമ്പോഴാണ് പൗരോഹിത്യം അവിടെ തുടങ്ങുന്നത്. അല്ല അവൻ ആപ്പ് വെക്കുകയും പിന്നെ രണ്ടാമത് വഹിക്കണം. വഹിക്കുക എന്നുള്ള രണ്ടർത്ഥം ഉണ്ടല്ലേ? എടാ വഹിക്കരുതെന്ന് പറയത്തില്ലേ? അപ്പം അങ്ങനെ വഹിക്കരുന്നില്ല, ചുമക്കുക. നമ്മളവന് അവൻ്റെ പ്രശ്നങ്ങൾ ഒരു പ്രയാസം വന്നപ്പോൾ അടിച്ച് പൊളിക്കളയല്ല. ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞായറാഴ്ച രാവിലെ വരും, 11 മണിക്ക് മീറ്റിങ്ങിന് വരുന്നവൻ അന്ന് രാവിലെ നേരത്തെ എത്തും. പക്ഷേ അവനെ മുടക്കണം കേട്ടോ. അവൻ തെരുവിൽ കിടന്ന് ചീത്ത പിടിച്ചു, അല്ലെങ്കിൽ കള്ളു പിടിച്ചു. അവൻ കള്ളു പിടിച്ച പാവം പകുതിയും അവിടെ കൊണ്ട് തീർന്നു. നീയോ അവന് ടാപ്പ് വെക്കാനും മറ്റുള്ളവർക്ക് കുതികാൽ വെട്ടാനും പിന്നെ സഭയിലുണ്ടാകുന്ന ഭാഷയ്ക്ക് പാര വെക്കാനും നടക്കുന്നത് നിൻ്റെ പാവമോ? അപ്പോൾ നീയാണ് ദോഷക്കാരൻ. മറ്റത് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഇത് മനസ്സിലാക്കും. അപ്പം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മളാരും തൊപ്പിയും വെച്ച് പിന്നെ കോട്ടുവിട്ട് നടക്കുന്നവരല്ല, അല്ലെങ്കിൽ അംശവടി നടക്കുന്നതല്ല പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. പൗരോഹിത്യത്തിൻ്റെ പ്രധാന പണി ഒന്ന് മറ്റുള്ളവർ നമ്മൾ ചുമക്കുന്നവരായിരിക്കണം, വഹിക്കുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഞാൻ എന്നെ ഹൃദയത്തിൽ നിങ്ങളെ വഹിച്ചിരിക്കുന്നു, തള്ളിക്കളയല്ല. അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. പഴയ നിയമത്തിലെ പൗരോഹിത്യമല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ 2 പ്രധാന കാര്യം: ഒന്ന്, നാം മറ്റുള്ളവരെ വഹിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കണം. ഞാൻ എൻ്റെ കൈകൾ നിങ്ങളെ വഹിച്ചു, തോളിന്മേൽ ചുമന്നു. തോളിന്മേൽ ചുമന്ന് പാടില്ലേ? അപ്പോൾ തോളിന്മേൽ ചുമക്കുക, വഹിക്കുക ഹൃദയത്തിൽ. ഈ കർത്തവ്യം ചെയ്യുന്ന വിശ്വാസിയും വേലക്കാരനും പുരോഹിതനാണ്. അല്ലാതെ ലോഹ ഇട്ടുകൊണ്ടോ വെള്ളം ഉടുപ്പിട്ടുകൊണ്ടോ അവൻ പുരോഹിതനാകുന്നില്ല. പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പുത്രനെങ്കിലും, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ 5-ന്റെ എത്രയാണ്? 8-ാം വാക്യം. പുത്രനെങ്കിലും പിന്നെ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ പലതുണ്ട്. ഈ അവിശ്വാസിയെ പാപികളൊക്കെ യേശുക്രിസ്തു ചുമക്കാൻ പോയപ്പോൾ ഇല്ലയോ, പണ്ടൊരു വാക്യമുണ്ടല്ലോ, നാണം കെട്ടവനെ ചുമന്ന അവനും നാണം കെടും, ഇല്ലയോ? കാഷ്ടിച്ചവനെ ചുമന്നാൽ അവനും കാഷ്ടം വരുന്ന പോലെ കർത്താവായ യേശു ഈ പാപികളെല്ലാം ചുമക്കാൻ പോയി അവസാനം അവന് പാപിയുടെ ലിസ്റ്റിലേക്ക് ഉമ്മാർ എഴുതി തള്ളിക്കളയും. പക്ഷെ അവരറിഞ്ഞില്ല ഇതെന്തിനു വേണ്ടിയാണെന്ന് അറിയാതെ പോയത് കൊണ്ടാണ്. അപ്പം ഇത് കഷ്ടത്തിൻ്റെ വേലയാണ്. മറ്റുള്ളവരെ ചുമക്കുകയും വഹിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അതാണ് പൗരോഹിത്യം. അല്ല ഞങ്ങൾ മൽക്കീസേദെക്കിനെ പൗരോഹിത്യം ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നതിനല്ല, വിശ്വാസികളെ കർത്തവ്യം ചെയ്യുന്നതല്ല, അഹങ്കാരം കാണിക്കാനല്ല ഈ പൗരോഹിത്യം. നീ മറ്റുള്ളവരെ വഹിക്കുന്നവരായിരിക്കണം. എത്രയോ സുവിശേഷകർക്ക് നമ്മൾ കാണുന്നു, കൂടെയുള്ളവരെ പോലും ചുമന്നുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. അവർക്കെതിരായിട്ട് ആപ്പ് വെക്കുകയും പാര വെക്കുകയും ചെയ്ത ശേഷം അങ്ങനെ ശുശ്രൂഷകരില്ലേ, വിശ്വാസികളില്ലേ? അപ്പോൾ നിങ്ങൾ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഞങ്ങൾ പൗരോഹിത്യ സഭയാന്ന് പറഞ്ഞാൽ എല്ലാവരും പൗരോഹിത്യത്തിലാണ്. പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുന്നവർ മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം നമുക്ക് ലഭിക്കും. ആ പൗരോഹിത്യം ലഭിച്ചവർ ചുമക്കുന്നവരായിരിക്കണം. സഹവിശ്വാസികളെ, പാപികളെ, രക്ഷിക്കപ്പെടാത്തവരെ അവരെ ചുമക്കുകയും വഹിക്കുകയും ചെയ്യുന്ന അനുഭവം വേണം. പെർസെൻറ്റേജിന് വ്യത്യാസം കാണും, 30, 60, 100. യേശുവിനെ പോലെ എല്ലാവരും തികഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പോലും ആയിട്ടില്ലല്ലോ. അപ്പം വായിച്ചേ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് നോക്കണം, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ. അപ്പോൾ പുത്രനായതുകൊണ്ടോ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചുകൊണ്ട് ഒരു പൂർണ്ണനാകത്തില്ല. ചില വ്യാഖ്യാനിക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ട സഭ ഒന്നാമത് കർത്താവിൻ്റെ എല്ലാവരും പോകത്തില്ല, അബദ്ധോപദേശമാണ്. അപ്പോൾ അഭിഷേകം പ്രാപിച്ചവർ പോലും പുത്രനായിട്ട് പിന്നെ പോകുന്ന കഷ്ടങ്ങളിലാണ്. വിശ്വാസം നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി അപ്പോസ്തലൻ പറഞ്ഞ 14:20. അതാണ് യോർദാനിലെ കല്ലുകൾ. ഈ യോർദാനിലെ കല്ലോട് വെച്ചെന്ന് പറയും, ഓരോ മഴക്കാലത്തും കുത്തിയോടി വരുന്ന വെള്ളം ഞങ്ങളുടെ മേളിൽ കൂടെ കവിഞ്ഞു പോയണം. വെള്ളങ്ങൾ ഞങ്ങൾക്ക് തലയ്ക്ക് മീതെ പോയി, ശത്രുക്കൾ ഞങ്ങളുടെ മുതുകത്തോട് ഓടി.
ഇല്ലേ? മരങ്ങൾ വന്ന് ഇടിക്കുന്നു. ഇതെല്ലാം യോർദാനിൽ കിടക്കുന്ന കല്ലിന് അനുഭവിക്കാം. ഇതുപോലെ നാം ഈ ലോകത്തിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങൾ കൂടെ പോകും, വിശ്വാസികളും വേലക്കാരും. അങ്ങനെ പരിശോധനയെ കൂടെ ജയിച്ചു പോകുന്നവരാണ് യോർദാനിക്കക്കരെ ഗിൽഗാലിലേക്ക് പോകുന്നത്. ഇതുപോലെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ വായിക്കാം. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവനാ കാരണഭൂതൻ. കള്ളത്തവും നടത്തി കാണുന്നവനെ അടിച്ച് റെഡിയാക്കി പിന്നെ അവൻ്റെ കുടുംബവും ഉളന്നുകൊണ്ടിന് ശേഷം ഞാൻ കാരണഭൂതനാന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ കാരണഭൂതനാണ്, ലൂസിഫറിൻ്റെ. എന്നാൽ ഇതാണ് യഥാർത്ഥ കാരണം. നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആ കാരണഭൂത സ്ഥാനം എടുക്കാൻ പോകുന്നതിനൊക്കെ അവസാനം ഭൂതമായി മാറുകയായിരുന്നു. അഹങ്കാരത്തിൻ്റെയും നികളത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെ അത് നമുക്കുണ്ടായത്. അപ്പോൾ ഇതാണ് മൽക്കീസദേക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം. 3, ഈ മൽക്കീസദേക്കിനെ കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ സവിസ്തരമായി പറഞ്ഞത്. 7-ാം അധ്യായത്തിൽ വായിച്ച്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവ ആരംഭവും ജീവ അവസാനവുമില്ല. പിതാവില്ലാത്ത അവൻ ദൈവപുത്രന്. വിദേശങ്ങളിൽ ചെന്ന പിതാവ് ആരാന്ന് പോലും അറിയത്തില്ല. ആരാണ്? കാരണം ലിവിങ് ടൂതറല്ലേ. 3, 4, 5 പേരോട് ജീവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ തന്ത ആരാന്ന് അറിയത്തില്ല. അവിടെ മൽക്കീസദേക്കാവും ഇല്ല. മാതാവില്ല, അമ്മ ആരാന്ന് അറിയത്തില്ല. ഈയിടെ 2 സാക്ഷി കേട്ടില്ലേ? ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഒരു പെൺകുട്ടി പ്രസവിച്ച് മയക്കുമരുന്നിന് അടിമയായിരുന്നു. അവൾ പ്രസവിച്ച് ബാത്റൂമിൽ വെച്ച് ഒരു കൂസൽ കൂടാതെ പ്രസവിച്ചതിന് ശേഷം ആ ബാത്റൂമിൻ്റെ വെന്റിലേഷനോട് കൊച്ചിനെടുത്ത് വെളിയിൽ കളച്ചു. കൊച്ചവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ ആരോ കേട്ട് ഏതായാലും ചത്തില്ല. വേറൊരുത്തി ഫ്ലാറ്റിൽ വെച്ച് പ്രസവിച്ചു. മയക്കുമരുന്നിനായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് അവൾ പ്രസവിച്ചതിന് ശേഷം അവൾ തന്നെ ഈ ആമസോണിൻ്റെ ഇങ്ങനെ പുള്ളി പറഞ്ഞു, ആമസോണിൻ്റെ ഒരു ബാഗ് എടുത്തുണ്ടായിരുന്നു. അതിനകത്ത് കൊച്ചിനെ പാക്ക് ചെയ്ത് കുപ്പത്തൊട്ടിലോട്ട് ടെറസിന് മുകളിൽ കൂടെ എറിഞ്ഞു കളഞ്ഞു. മാതാവില്ല. ഇതാണ് ഇന്നത്തെ കാലം. അപ്പോൾ അതല്ല ഇതിൻ്റെ അർത്ഥം. പിതാവില്ല, മാതാവില്ല, പിന്നെ വായിക്കാം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. ശ്രദ്ധിച്ചോണം, ഈ മൽക്കീസദേക്കിന് പിതാവില്ല, മാതാവില്ല. ഇനി ബിബ്ലിക്കലായിട്ട് നോക്കിയാൽ പിതാവും മാതാവും ഇല്ല, ജനിച്ചത് ആകെ ജനിച്ചതാരാ? ആദാവുവായുമാണ്. ഈ ആദാവുവായെന്ന് പറഞ്ഞാൽ മോശ ആ ഹിസ്റ്ററി എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് കൂടുതലൊന്നും നമുക്ക് വിരിച്ചു തന്നിട്ടില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ആ കാലത്തിൽ ആദാമിനെ കൂടാതെ അവ്വായെ കൂടാതെ മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കായിന് ഭാര്യ എവിടാന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ഒരുത്തൻ ചോദിച്ചു, കായിന് ഭാര്യ എവിടെ കിട്ടി? അത് പറ. ഞാൻ പറഞ്ഞ ആദാമിന് എവിടുന്ന് കിട്ടി? അത് ദൈവം കൊടുത്തെന്നാണ് പറഞ്ഞത്. എടാ, ആ ദൈവം ആദാമിന് ഭാര്യയെ കൊടുക്കാമെങ്കിൽ ശ്രദ്ധിച്ചോണം, ആദാമിനൊരു ഭാര്യ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ അവൻ്റെ മകന് ഭാര്യയെ കൊടുക്കാൻ അറിയത്തില്ല. അത്രയും ചിന്തിച്ചാൽ മതി. നിൻ്റെ തല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പണ്ട് അവിടെ പാസ്റ്റർ MJ മാത്യു ഈ കോട്ടയം ഫെയ്ത്ത് വാക്ക് വലിയൊരു ബോർഡിൽ വാക്യം എഴുതി. ഒരു വാക്യമാണ്, ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളാൻ പറഞ്ഞു. വഴിയെ പോകുന്ന ചിലർ വായിച്ചിട്ട്, എൻ്റെ പൊന്ന് അച്ഛന്മാരെ, ഞങ്ങളുടെ ഭാര്യയെ കൂടെ ഓർക്കാൻ സമയമില്ലാത്തപ്പോഴാണ് ലോത്തിൻ്റെ ഭാര്യ ഓർക്കാൻ എന്ന് പറഞ്ഞ പോലെ വെറുതെ വയ്യാവര് വലിച്ചു കെട്ടണോ? കായിന് ഭാര്യയോടെ കിട്ടി. എവിടെയെങ്കിലും കിട്ടിയല്ലോ, ഉണ്ടല്ലോ. കായിൻ്റെ സന്തതികളെക്കുറിച്ച് നമ്മൾ വായിച്ചില്ലേ? ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ദ്രാവിഡ സംസ്കാരം ഈ കായിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ജലപ്രളയത്തിൽ പെടാതെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നേരത്തെ വന്ന ഇന്ത്യൻ സമൂഹമാണ് ആഫ്രിക്കയിൽ നിന്ന്. അത് ലക്ഷങ്ങളൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ. രണ്ടാമത് ആര്യൻസ്, അത് ശരിയല്ലേ? പൗരോഹിത്യ കുടുംബവും രണ്ടാമത് ഇന്ത്യയിൽ വന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവിടെ മാതാവില്ല, പിതാവില്ല എന്ന് പറഞ്ഞ് 2 ആദാവും ഉവ്വായുമാണ്. അതുകൊണ്ട് അവർ മൽക്കീസദേക്കാവുമോ? ഇല്ല. കാരണം എന്താ? വംശാവലി ഉണ്ട്, ആദാമിൻ്റെ വംശാവലി. അപ്പോൾ ആദാം തട്ടിപ്പോയി. അടുത്തത്, ജീവ ആരംഭവും ജീവ അവസാനവുമില്ല. ജീവാരംഭവും അവസാനമില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഭൂമിയിൽ വന്നില്ല. യേശുക്രിസ്തുവിന് പോലും വംശാവലി ഉണ്ടായിരുന്നു, ജീവാരംഭവും ജീവാവസാനം. യേശുക്രിസ്തു അല്ല. പിന്നെ വായിക്കാം. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കൊരു പുരോഹിതനായിരിക്കും. തുല്യനായി. ഇതിൻ്റെ ആരംഭത്തിൽ വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി മൽക്കീസദേക്ക് എന്നാണ് ഉൽപ്പത്തി പുസ്തകം 14 വായിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി മൽക്കീസദേക്ക്. അപ്പോൾ ഒരു കാര്യം ഓർത്തോളം, അത്യുന്നതനായ ദൈവമല്ല, പിതാവായ ദൈവമല്ല, പുത്രനല്ല, ദൈവപുത്രന് തുല്യനായി, ഒട്ടും കുറവില്ല. തുല്യനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിതാവും പുത്രനും പിന്നാലെ ഉള്ളത് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ മൽക്കീസദേക്ക് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ.
അവൻ ആ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ഗലാത്യ ലേഖനത്തിൽ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 4 വായിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവ്. ഇനി വിശ്വാസികളായ നാമല്ലോ അബ്രഹാമിൻ്റെ സന്തതികൾ. യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ തന്നെ വിശ്വസിച്ച രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ യേശു ഇപ്പോൾ അബ്രഹാമിൻ്റെ മകൾ, കാരണം വിശ്വാസത്തിൽ വന്നോളാണ്. സഖായിയോടെ പറ്റി പറയുമ്പോൾ ഇവൻ അബ്രഹാമിൻ്റെ മകൻ, ഈ വീട് രക്ഷപ്പെട്ടു. എന്നാൽ പാരമ്പര്യവാദികളായ യഹൂദന്മാരെ നോക്കി യേശു പറയുന്നു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അബ്രഹാമിൻ്റെ അല്ല, നിങ്ങൾ വിശ്വാസത്തിൻ്റെ സന്തതികളല്ല. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് യഥാർത്ഥത്തിൽ. എങ്ങനെ? അബ്രഹാം ദൈവത്തിൽ, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലേ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കിടക്കട്ടെ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മക്കൾ വിശ്വാസികളായ നാമല്ലോ, ആ വാക്യം കണ്ടിട്ടുണ്ടോ? ഗലാത്യ ലേഖനത്തിലുണ്ട്, വിശ്വാസികളായ നാമല്ലോ, 3-ലും 4-ലും ഉണ്ട് കേട്ടോ, വിശ്വാസികളായ നാമല്ലോ അബ്രഹാമിൻ്റെ മക്കൾ. അപ്പോൾ ഈ അബ്രഹാമിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. അബ്രഹാം ദശാംശം കൊടുത്തു. ദശാംശം കൊടുക്കാരും പറഞ്ഞിട്ടില്ലല്ലോ, ദശാംശം കൊടുത്തു. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ ന്യായപ്രമാണ കാലം വരുമ്പോൾ ദശാംശം അവർക്ക് ചെലവഴിയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേലക്കാർക്ക് ദശാംശം വാങ്ങിക്കുന്ന ഉപദേശമില്ല. പിന്നെന്താ? എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പക്ഷേ മൽക്കീസദേക്ക് ക്രമത്തിൽ ദശാംശം കൊടുത്താലും വാങ്ങിക്കാം, വിശ്വാസികളായാലും വേലക്കാരായാലും തങ്ങൾക്കുള്ളതിൻ്റെ പകുതി മറ്റുള്ള കൊടുക്കാനാണ് ഉപദേശം സ്റ്റോപ്പിൽ വെച്ചിരിക്കുന്നത്. ടോപ്പിൽ 2 ഒന്ന് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരെയും പരീശന്മാരെയും കവിയുന്നില്ല എങ്കിൽ എന്ന് യേശു പറഞ്ഞിട്ടില്ലേ? തന്നെയല്ല, ഭണ്ഡാരത്തിലിട്ട സ്ത്രീയുടെ നിലമ്പ കൃത്യമായിട്ട് നോക്കി, അവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. ഇനി മറ്റൊരു വാക്യമില്ല, തീമോഥെയോസിൽ പറയുന്നു, വചനം പഠിപ്പിക്കുന്നവന് വചനം പഠിക്കുന്നതിന് എല്ലാ നന്മയിലും വായിക്കണം. അത് വായിച്ചാൽ കുഴപ്പമാണ്. ഈ പ്രസംഗം കേൾക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വാട്സിൽ ഒരുപാട് അയക്കേണ്ടി വരും അല്ലയോ? ഒന്ന് വായിച്ചിരുന്നല്ലോ. തീമോഥെയോസ് ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നവന്, വചനം കേൾക്കുന്നവർ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ്, ഒന്നിലല്ല സകലത്തിലും. അങ്ങനെയാണ് എൻ്റെ പൊന്നെ 7 വർഷമായിട്ട് ഈ കുമ്പളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൽ കേട്ടവർക്കൊക്കെ നന്മ ഓഹരി അയക്കാൻ തുടങ്ങിയാൽ ഒരു ഗോഡൗൺ തന്നെ പണിയേണ്ടി വരും ഇല്ലയോ? ശരിയല്ലേ? കണ്ടോ വാക്യം? നമ്മളെ വാക്യം ശ്രദ്ധിക്കാറില്ല, ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. ശരിയല്ലേ? നിന്നെ തന്നെ ഈ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. എത്രാം വാക്യം? 5:19. അതുമല്ല, വചനം പഠിക്കുന്നവൻ, വചനം പഠിപ്പിക്കുന്നവന് സകല നന്മയിൽ ഓഹരി കൊടുക്കണമെന്നാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നില്ല, കാരണം അങ്ങനെയാണ് ഹരിയേഴ്സ് ഒരുപാട് വരും. 7 വർഷമായിട്ട് സ്ഥിരം കേൾക്കുന്നവരുണ്ട്, നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സകല നന്മയിൽ ഓഹരി കൊടുക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലയോ കേട്ടോ വിനോദിച്ചാ, ഒരു ഗോഡൗണോട് പണിയേണ്ടി വരും ഇതെല്ലാം ഓഹരികളെല്ലാം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിരിക്കട്ടെ. അപ്പം ഇവിടെ മൽക്കീസദേക്ക് എന്ത് ചെയ്തു? അപ്പവും വീഞ്ഞും കൊടുത്തു. എന്താ അപ്പവും വീഞ്ഞും? 104-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും, 104-15. അപ്പോൾ അതിനെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്മീയ ഉപദേശങ്ങൾ കൊടുത്ത് ജനങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. കട്ടിയുള്ള ആഹാരം. 104-15 വാക്യം. 104-15 വായിക്കും. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരുകയാണ്. നമ്മുടെ സഭയുടെ അടിസ്ഥാനമാണ്. പണ്ടി പറഞ്ഞ പോലെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസിനും കീബോർഡിൻ്റെ ശക്തിയൊന്നുമല്ല. കാത്തിരിപ്പ് യോഗം, വചനപ്രഘോഷണം, വചനപ്രഘോഷണം, കാത്തിരിപ്പ് യോഗം. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവല്ലയിൽ ഞാനൊരു ദിവസം ഒരു ബുധനാഴ്ച ചെന്നപ്പോൾ KP കോശി അപ്പനോടുണ്ട്. പുള്ളിയുടെ അസിസ്റ്റൻ്റ് പ്രഗത്ഭനായ ഒരു ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നവനാണ്. പുള്ളിക്കാരൻ നല്ലോണം ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഈ ചാർട്ട് നിത്യത മുതൽ നിത്യത വരെയുള്ള മൃഗങ്ങളുടെ എല്ലാം വരച്ച് ചാർട്ടിട്ട് പ്രസംഗിക്കുക. കോശിയപ്പൻ ഇത് കേട്ടിട്ട്, ഈ മൃഗങ്ങളെല്ലാം കേട്ടിട്ട് പുള്ളിക്ക് വലിയ ദേഷ്യം തോന്നി. പുള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ പാസ്റ്ററുടെ പേര് വിളിച്ചിട്ട്, നീ എന്തോ കുമ്പളങ്ങിയാണ് പഠിപ്പിക്കുന്നത്, മുളക്കി വെക്കണേ ഇതൊക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, യേശു ക്രിസ്തുവിനെ പറ്റി പറയണമെന്ന് പറഞ്ഞ് പുള്ളി ഒരു യേശുവിനെ പറ്റി പറഞ്ഞ് കാത്തിരിപ്പ് ചെയ്തൊരു അഭിഷേകത്തിന് പാട്ട് വിട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, വചനം വേണം, അഭിഷേകം വേണം, ഇത് രണ്ടും മതി. അത് രണ്ടും നമുക്ക് പ്രയോജനം. വചനം ഉയർപ്പിക്കുന്നു, അഭിഷേകം നമ്മൾ ഉയർപ്പിക്കുന്നു.
അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങൾ, അതുകൊണ്ടാണ് ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും വായിച്ചേ. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. ഹൃദയത്തെ ശരീരത്തെ അല്ല, അതാണ് പുതുവീഞ്ഞ്, അതാണ് കാത്തിരിപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാത്തിരുന്ന് പ്രാപിച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് വീടുകളായാലും സഭയിലായാലും. ഇതാണ് മൽക്കീസദേക്ക് കൊടുത്തതിൻ്റെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും വെളിപ്പാട്. അബ്രഹാം മൽക്കീസദേക്കിന് തനിക്കുള്ളതിൻ്റെ ഓഹരി കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചില ആളുകളൊക്കെ നമുക്ക് ചിലതും കൊടുത്ത് അയക്കാറുണ്ട്, അവരുടെ ഓഹരി എന്തെങ്കിലുമൊക്കെ, ചില നമ്മളെ സ്വീറ്റ്സോ ഇതൊക്കെ കൊടുക്കാറുണ്ട്. അത് സ്വാഭാവികം, ഞങ്ങളും കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു മാനുഷിക ധർമ്മങ്ങൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിന് ഉപദേശകർ കിടപ്പുണ്ട്. മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് പറയുന്നത് പഴയ നിയമത്തിലല്ല. പഴയ നിയമത്തിൽ അവരെ നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ, കാരണം നിങ്ങൾ അബ്രഹാമിൻ്റെ വഴിയെ നടക്കുന്നില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. ആ വിശ്വാസത്തിൻ്റെ നീതീകരണം പുതിയ നിയമത്തിലേക്കാണ് വരുന്നത്. അവിടെ നമ്മളാണ് യഥാർത്ഥ അബ്രഹാമിൻ്റെ സന്തതികളെന്നാണ് പൗലോസ് വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൽക്കീസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, ദൈവപുത്രന് തുല്യൻ. അപ്പോൾ പിതാവല്ല, പുത്രനുമല്ല, പരിശുദ്ധാത്മാ മൽക്കീസദേക്ക്. ഈ മൽക്കീസദേക്കിൻ്റെ ഓർഡറിൽ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ നമ്മെ അഭിഷേകം ചെയ്തത്. നോക്കണം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 15 വായിക്കുമ്പോൾ ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ടു. റോമർ 15:15 ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ടു. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം. യോശുവയുടെ പുസ്തകം 12:30 തോന്നുന്നു. അവിടെ അവസാനത്തിൽ ജാതികളുടെ രാജാവായ ഇവരെ ഗിൽഗാലിന്റെ രാജാവെന്നോ. അപ്പം ഗിൽഗാലിൽ ജാതികളുടെ രാജാവായിരുന്നു. എന്നാൽ ആ ഗിൽഗാൽ പിന്നീട് എന്തായി മാറി? യോശുവ ചെന്ന ആ 4-ാം അധ്യായം 5-ാം അധ്യായം യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ ചെന്ന ജനങ്ങളെ പരിച്ഛേദന ചെയ്തു. എന്തുകൊണ്ട്? തീക്കല്ലുകൊണ്ട്. നോക്കണം, തീക്കല്ലുകൊണ്ട് പരിച്ഛേദന ചെയ്യിച്ചവരെ ദൈവമക്കളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ നീങ്ങിയ സ്ഥലം. അങ്ങനെയാണ് യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 5:9. അത് നീക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഉരുൾ നീക്കിയതിനാൽ അതിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. 1 ശമൂവേൽ 11-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ശൗലോട് പറയുന്നു, നീ പോയി രാജത്വം പുതുക്കണം ഗിൽഗാലിൽ. അപ്പോൾ ഗിൽഗാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടൊരു സദൃശ്യമാണ്. എങ്ങനെ? അഭിഷേകത്താലാണ് നമ്മൾ പുതിയ സൃഷ്ടിയായത്. വായിക്കാം 11:14. 1 ശമൂവേൽ. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവിൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക. ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക. ഇനി 5 വായിച്ച് യോശുവ 5:9 5 വായിക്കുന്നുണ്ടല്ലോ. 5:9 വാക്യം. ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേര്. ഗിൽഗാൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് പ്രതീകമാണ്. ഒന്ന്, ഗിൽഗാലിൽ ആദ്യം ചെയ്യുന്നത് മിസ്രയീമിലെ നിന്ന, അതായത് പാപത്തിൻ്റെ ശക്തി നമ്മളെ നീങ്ങിപ്പോവാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ദൈവമക്കളായിത്തീരുന്നത്. അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവൻ ദൈവമക്കളാകുവാൻ. ഹൃദയ പരിച്ഛേദന, വീണ്ടും ജനനം, ഇതൊക്കെ പറയുന്നത് ഗിൽഗാലിൻ്റെ ആദ്യ ഭാഗമാണ്. ആ ഗിൽഗാൽ എന്ന് പറയുന്നത് നിന്നെ നീക്കിക്കളയുന്ന സ്ഥലം. നിന്ന എപ്പോഴാണ്? ഈ ലോകത്തിൻ്റെ നിന്ന, പാപത്തിൻ്റെ നിന്ന, ശാപത്തിൻ്റെ നിന്ന, ഇതെല്ലാം നീക്കിക്കളയുന്ന സ്ഥലമാണ് ഗിൽഗാൽ. അപ്പോൾ ഗിൽഗാൽ കർത്താവായ യേശു ക്രിസ്തുവിനും ഈ ദൈവരാജ്യത്തിനും കൂടെ നല്ലതായിട്ട് എടുക്കാം. 2, രാജത്വം പുതുക്കണം. അതെപ്പോഴാണ്? ഒരു വിശ്വാസി രാജാവായി തീരുന്നപ്പോഴാണ്, ഒരു വിശ്വാസി പുരോഹിതനായി തീരുന്നപ്പോഴാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ. പക്ഷേ അഭിഷേകത്തിന് ശേഷം ആ പുരോഹിതവൃത്തി ചെയ്യണ്ടേ? പൗരോഹിത്യ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അവൻ പുരോഹിതനായി നിലനിൽക്കുന്നത്. അവൻ്റെ പൗരോഹിത്യം നിലനിൽക്കണമെങ്കിൽ അഭിഷേകം പ്രാപിച്ച ഓരോ ദൈവമക്കളും, വേലക്കാരും വിശ്വാസികളും പൗരോഹിത്യത്തിന് പ്രാധാന്യം മനസ്സിലാക്കി അവനെ ഡ്യൂട്ടി ചെയ്യണം. അതാണ് വഹിക്കുകയും ചുമക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ അർപ്പണം ചെയ്യുക, പാനീയ ബലിയായി വാർക്കപ്പെടണം. അല്ലാതെ ഉപദേശം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ തലക്കടിക്കാൻ പോകരുത്. ഓരോ വിശ്വാസിയും ഓരോ വേലക്കാരനും ഈ പൗരോഹിത്യത്തിന് പ്രവൃത്തി ചെയ്യണം. മറ്റുള്ളവരുടെ ബലഹീനതകളെ ചുമക്കണം. ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുന്നവരായി തീരണം. അവരെ ന്യായം വിധിക്കുന്നവരായിട്ട് തീർക്കുകയില്ല. അവരോട് പറഞ്ഞു കൊടുക്കാൻ, ശാസിക്കാൻ, തിരുത്താം. പക്ഷേ തള്ളിക്കളയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ വേറെ ഓരോ വിശ്വാസിയും ചെയ്യണം. വേലക്കാർ മാത്രം പുരോഹിതന്മാരാന്ന് പറഞ്ഞ് നടന്നിട്ട് അർത്ഥമൊന്നുമില്ല. അവർ മാത്രമല്ല, നിങ്ങളും പുരോഹിതന്മാരാണ്.
വേലക്കാർ രാജാക്കന്മാരാണ് നിങ്ങൾ രണ്ടു കൂട്ടരും. അവരുടെ പ്രവൃത്തിയാലാണ് അത് നീതീകരിക്കുന്നത്. ഒരു വാദ്യാരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ശമ്പളം കിട്ടുമോ? ഞാൻ വാദ്യാരാണ്, ദേവമാതാ സ്കൂളിലെ കോളേജിലെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന ശമ്പളം കിട്ടും. നീ പോയി പഠിപ്പീരെ. നിൻ്റെ പ്രവൃത്തിയാലാണ് നീ നീതീകരിക്കേണ്ടത്. ഇപ്പോൾ പൗരോഹിത്യം പറഞ്ഞ പേര് കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ അല്ല, അവൻ്റെ പ്രവൃത്തിയാലാണ്. ആ പ്രവൃത്തിയെക്കുറിച്ചാണ് പൗലോസ് പലയിടത്തും പറയുന്നുണ്ട്. ഞങ്ങൾ പാനീയ ബലിയായി വാർക്കപ്പെടുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളെ ജീവൻ അർപ്പിക്കുന്നു. ആ ജീവനെ അർപ്പണം ചെയ്യുന്നതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അപ്പം മൽക്കീസദേക്കിൻ്റെ ക്രമം ശരി. യേശു ക്രിസ്തു എങ്ങനെ മൽക്കീസദേക്കായി? എങ്ങനെയായി? യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ആരംഭമുണ്ട്, അവസാനമുണ്ട്, വംശാവലിയുണ്ട്, മാതാവുണ്ട്. പക്ഷേ തൻ്റെ പ്രതിഷ്ഠയാൽ താൻ ഈ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്നുകൊണ്ട് നോക്കണം, പിശാച് തന്ത്രപരമായിട്ടായാലും അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടായാലും ആദ്യമായിട്ട് മറിയയിൽ കൂടി യേശു വന്നു. കരാലിൻ്റെ കല്യാണത്തിൽ വന്ന് പറഞ്ഞ് മോനെ വെള്ളം വീഞ്ഞ് തീർന്നു പോയി എന്നാണ് സാധാരണ കാര്യമാണ്. അതിനെന്താ യേശു ഇങ്ങനെ പറയേണ്ട ആവശ്യം? ആ ശരി, ഞാൻ ചെയ്യാം. ഉടനെ യേശു മറിയോട് പറയുന്നുണ്ട്, സ്ത്രീ എനിക്ക് നിനക്കും തമ്മിൽ എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. കത്തോലിക്കൽ അത് വെച്ചുകൊണ്ടാണ് മാതാവിനെ കൊണ്ട് മധ്യസ്ഥം ചെയ്യിക്കാമെന്ന് പറഞ്ഞത്. മധ്യസ്ഥം നടന്നില്ലല്ലോ. യേശു പറഞ്ഞു എൻ്റെ നാഴിക വന്നിട്ടില്ല, അത് നിൻ്റെ ആലോചനയിലല്ല ഞാൻ ചെയ്യേണ്ടത്, എന്നെ അയച്ചവൻ്റെ ആലോചനയാണ് എൻ്റെ പ്രവർത്തിക്കാവുന്നത്. അങ്ങനെ മറിയ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചിരുന്നെങ്കിൽ അടുത്ത ദിവസം വരും. മറിയ വെറുതെ ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ 4 സഹോദരന്മാർ 3 പേരുണ്ടെന്നിരിക്കട്ടെ, ഇവർ പറയുന്ന അഭിപ്രായം സ്വീകരിക്കാൻ പോയാൽ ഓരോ അഭിപ്രായമായിട്ട് വരും. പിന്നെ നമ്മളാകെ തലകുത്തിക്കും. വിശ്വാസികൾക്ക് അഭിപ്രായത്തിന് ഇടം കൊടുത്താൽ അവർ പിന്നെ അഭിപ്രായം പറയാൻ തന്നെ കയറി വരും. ഇപ്പോൾ VT സതീശനെ പത്രക്കാർ ഒരിക്കലില്ലേ, അവരിന്നലെ തുറന്നു പറഞ്ഞു, മര്യാദയ്ക്ക് ചോദ്യം ചോദിച്ചില്ലെങ്കിൽ മേലാൽ നിന്നെയൊന്നും ഞാൻ അടുപ്പിക്കത്തില്ല, ഈ കോൺഫറൻസ് നടത്തുകയെന്ന് പറഞ്ഞു. അതാ ശരി. അവസരം കിട്ടാമെന്നുള്ള തോന്നിവാസമെല്ലാം വിളിച്ച് ചോദിക്കുക. ഒരു മുഖ്യമന്ത്രിയല്ലേ, കുറേ റെസ്പെക്റ്റ് കൊടുക്കണ്ടേ, സമ്മാനം കൊടുക്കണ്ടേ. കഴിഞ്ഞ ദിവസം എടുത്ത് പറഞ്ഞു, ഈ കോട്ടം പിടിച്ചോട്ട് രാവിലെ വന്ന് ഇവനെല്ലാം ജോലി വല്ലതും ഉണ്ടോ? ചുമ്മാ മെനക്കേട് പണിയായിട്ട് ഓരോന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ചോദിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നാളെ നിന്നെ ഒന്നും അടുപ്പിക്കത്തില്ല. അത് ശരി, അതാ കറക്റ്റ്. ഞാനാണ് പണ്ടേ ചെയ്തത്, മുഖ്യമന്ത്രിയല്ല. ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ പണ്ടേ ഇവന്മാരെ പോയി പണി നോക്കാൻ പറയും. ശമ്പളം വാങ്ങിച്ചുകൊണ്ട് മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യം ചോദിക്കുന്ന ഒറ്റ പത്രക്കാരെ അനുവദിക്കരുത്. അതാണ് ഞാനും പറയുന്നത്. ഇവരൊക്കെ വേറെ പണിയൊന്നുമില്ല. ഇതിൽ ആരാണ് പറഞ്ഞു, ഇവൻ്റെയൊക്കെ ഫോട്ടോ ആദ്യം കാണിക്കണം, ഇവൻ ഏത് വകുപ്പാണ്, ഏത് കൊടിയാണ്, എന്തുദ്ദേശമുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് പറയാനും കൂടെ ഒരാൾ വേണം. അപ്പോൾ ഏത് പ്രവൃത്തിയും യോഗ്യമായി ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടും, അല്ലെ കുറേ കഴിയും പൊളിഞ്ഞു പോകും. അപ്പോൾ പൗരോഹിത്യം ഒരു പ്രവൃത്തിയാണ്. അത് ഞാൻ പുരോഹിതരാന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു കാണിക്കാനല്ല, മറ്റുള്ളവരെ ചുമക്കാനും വഹിക്കാനും ഒക്കെ പോകണം. ചില സുവിശേഷക്കാർ പോലും തലതിരിയുന്നുണ്ട്. ഞങ്ങൾ രാജാക്കന്മാരാണ്, നെഞ്ചും വീർപ്പിച്ചുകൊണ്ട് നടന്ന് നോക്കത്തില്ല. ഇപ്പം നെഞ്ചിന് പകരം വയറാണ് വീർത്തുകൊണ്ട് നടക്കുന്നത്. അവസാനം കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത മേൽക്കോയ്മകളൊന്നും എടുക്കാതെ യേശുക്രിസ്തു കാണിച്ച പോലെ ദാസന്മാരുടെ കാല് കഴുകി ആ വിനയവും സൗമ്യതയും വെളിപ്പെടുത്തിക്കൊണ്ട് വേലക്കാരൻ വിശ്വാസം മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ പൗരോഹിത്യം വിജയിക്കും. അപ്പോൾ യേശുക്രിസ്തു ജലപ്രകാരം അറിയാത്തവരായി മറിയെ തന്നെ ആദ്യം വാക്ക് തട്ടിവിട്ടു. പിന്നെ യേശുവിനോട് ചോദിച്ചു, അല്ല 12ാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിരിക്കുമ്പോൾ അമ്മയപ്പനോട് വന്നു, മോനെ എന്തിനാണ് ഞങ്ങൾ വിഷമിപ്പിച്ചേ? യേശു ആശ്വസിപ്പിച്ചില്ലല്ലോ. യേശുവിൻ്റെ വെളിപ്പാട് കറക്റ്റാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇനി നിങ്ങളെന്നെ തിരഞ്ഞത്. പ്രസവിച്ചത് കറക്റ്റ്, അത് വചനം നിവർത്തിച്ചു. പക്ഷേ എൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നവനാണ്, മൽക്കീസേദെക്ക് ക്രമത്തിൽ ആയിത്തീരുന്നതാണ്. 12ാമത്തെ വയസ്സിൽ കനായിൽ തട്ടിക്കളഞ്ഞു. പിന്നെ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയും സഹോദരന്മാരെല്ലാം വന്നു. സ്വാഭാവികം അല്ലേ? ഇപ്പം ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന എൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ വരുന്നു, അയ്യോ ഞങ്ങളുടെ പാസ്റ്ററെ ആളാന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ യേശു എന്താ പറഞ്ഞത്? എൻ്റെ അമ്മയും സഹോദരനും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെത്രേ. അവിടെയും തട്ടി. ഇനി പലതുണ്ട്. അവസാനം കുരിശിൽ വെച്ചെന്ത് ചെയ്തു? നമ്മുടെ ബഹുമാനപ്പെട്ട മേരി അമ്മച്ചിയും ശിഷ്യൻ യോഹന്നാനും ചില പ്രാസംഗികന്മാർ പറയാണ്ട് പത്രോസിൻ്റെ സ്നേഹം കണ്ടില്ലേ, അവന് കുരിശ് വരെയും ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. പത്രോസും കൂട്ടരും ഒളിച്ചോടി പൊക്കളഞ്ഞ്. യോഹന്നാൻ മാത്രമാണ് സ്നേഹത്തിൻ്റെ പൂർത്തീകരണം. അതങ്ങനെയല്ല പ്രിയരെ. ഈ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് ക്രൂശിങ്കിലേക്ക് ചെല്ലാൻ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കേ സാധിക്കുന്നുള്ളൂ. യോഹന്നാൻ യേശുവിൻ്റെ കസിനാണ്, ചേട്ടത്തി അനിയത്തി മക്കളാണ്, അവർ കസിൻസ് ബ്രദേഴ്സാണ്. അപ്പോൾ ഈ ശവത്തെ ഏറ്റുകൊള്ളാൻ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് മറ്റു ശിഷ്യന്മാർക്ക് പ്രവേശനമില്ലാത്തത്. ചില പ്രാസംഗികന്മാരെല്ലാം വിട്ടിട്ട് പോക്കളെന്ന് പറഞ്ഞു. കുരിശ് വരെ യോഹന്നാൻ മാത്രം പിൻപറ്റി. അങ്ങനല്ല,
അത് ഹിസ്റ്റോറിക്കലാണ്. യേശു ക്രിസ്തുവിൻ്റെ ബോഡി ഏറ്റുവാങ്ങിക്കാൻ ഇവർക്ക് അവിടം വരെ പ്രവേശിക്കും, വേറെ ആരും അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് പാരുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ കസിനായ യോഹന്നാനും ഉണ്ട്. യോഹന്നാൻ്റെ അമ്മയും ഇവർ തമ്മിൽ കസിൻസാണ്. അപ്പോൾ യോഹന്നാൻ്റെ അമ്മ സബദിയുടെ ഭാര്യ ഇടയ്ക്ക് വരും യോഹന്നാനെയും യാക്കോബിനെയും കാണാൻ വേണ്ടി. വല്ല നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരും. യവന്മാർക്ക് ഇത് ഇഷ്ടമാണ്. അമ്മ വലിയ അവിടുത്തെ അമ്മ ഭരണക്കാരിയാണ് കേട്ടോ. അപ്പനേക്കാൾ അമ്മ ഒരു ഭരണക്കാരിയാണ് അവിടുത്തെ. അപ്പോൾ അമ്മയോട് റെക്കമെൻഡ് ചെയ്തു, യേശുവോട് പറയണം നിത്യയിൽ ഞങ്ങളെ ഇടത്തും പറത്തി വരുത്തണം കേട്ടോ. അതൊരു തെറ്റുമല്ല, അങ്ങനെ ആഗ്രഹിക്കണം. വേറെ കാര്യമൊന്നുമില്ല. യേശുവിൻ്റെ വലത്തും എടുത്തും ഇരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് തള്ള പോയി പറഞ്ഞു. അപ്പോഴേ യേശു നോട്ട് ചെയ്തു, ഇവനെ അമ്മയോടുള്ള ബന്ധം വിട്ടിട്ടില്ല. പണ്ട് അച്ചമുച്ചായൻ നമ്മുടെ ബെന്നിയുടെ അപ്പൻ സുജയുടെ വരയ്ക്ക് വന്നപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി പട്ടിണി കാലത്ത് പോയി മോനെ കാണുമായിരുന്നു പറഞ്ഞു. ഇത് അച്ചമുച്ചാൻ പറഞ്ഞു, കേട്ടോടാ പിന്നെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു നാളെ എന്നോട് ചോദ്യം ചെയ്യാൻ വന്നൊക്കെ. അങ്ങനെ കാണാൻ വന്ന് മധുര പലഹാരം കൊടുത്ത് അവസാനം പട്ടിണി ആധിക്യത്താൽ അച്ചമുച്ചാനിക്ക് പോന്നു എന്ന് പറഞ്ഞ പോലെ ഈ അമ്മച്ചിയുടെ സ്നേഹവും സൽക്കാരവും പരിചയവും കൂടെ വിട്ടുവിടാൻ യോഹന്നാന് കഴിയുന്നില്ല. അതുപോലെ യേശുവിൻ്റെ അമ്മയ്ക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ ഒക്കെ ഒരില്ലല്ലോ. ഈ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ജഡപ്രകാരം അറിയാത്ത ഉപദേശം സ്ഥാപിക്കാനാണ് യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞത്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു ഞാനല്ല, ഇതാ നിൻ്റെ അമ്മ. അവിടെയും താൻ ഉപദേശം സ്ഥാപിച്ചിട്ട് പോകും. കത്തോലിക്കാരുടെ ഒരു അച്ഛൻ പറഞ്ഞുകൊണ്ടോ അവസാനം ഏതായാലും കർത്താവ് എന്ത് ചെയ്തു, അമ്മച്ചിയെ സുരക്ഷിതമായൊരു സ്ഥാനത്തൂടെ ഏൽപ്പിച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞു. നോക്കണം, അത് അവരുടെ വ്യാഖ്യാനം, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ആംഗിൾ വ്യാഖ്യാനിക്കാം. യേശുവിൻ്റെ നോക്കണം, ആദ്യം മുതൽ യേശു ജഡപ്രകാരമുള്ള ബന്ധം തള്ളിക്കളഞ്ഞു. ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. അതാണ് അങ്ങനെ പ്രതീക്ഷിച്ചു. യേശു എന്ത് ചെയ്തു, മൽക്കീസേദെക്ക് ക്രമത്തിൽ മരിച്ചു ഉയർന്നതേറ്റു. അപ്പോൾ മഗ്ദലക്കാരത്തി മറിയം യേശുവിൻ്റെ അടുത്ത് റബ്ബി എന്ന് പറഞ്ഞ് യഹൂദൻ്റെ സംസ്കാരമാണ്, സ്വന്തക്കാരും ചാർച്ചക്കാരും പരിചയക്കാരും കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് മോടും. അത് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ യേശുവിനെ കണ്ട് കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ അല്ലെങ്കിൽ കാണാൻ ചെന്നപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ തുടരുത്, മറിയ ഞാൻ ഇന്നുവരെ പിതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ താൻ ഉയർത്തുന്നതിൻ്റെ സാക്ഷ്യം അവിടെ കൊണ്ടെത്തിക്കണം. ജയാളിയായി മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ പുരോഹിതനായി തന്ന സാക്ഷ്യം വഹിച്ച് അവിടുന്ന് ഓർഡറുമായിട്ട് വരണം. അവിടെ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടുന്ന് അധികാരപത്രമായിട്ട് വരാം. നീ ശിഷ്യന്മാരോട് പറഞ്ഞ് നേരെ ഗലീലയിലേക്ക് വരാൻ പറഞ്ഞു. യേശു രഹസ്യമായി ഈ മറിയോട് പറഞ്ഞതിന് ശേഷം പിതാവിൻ്റെ അടുത്ത് നിന്ന് വിറ്റ്നസ്സായി, ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പട്ടം കൊടുത്തു. നിങ്ങൾക്കറിയാം, റോമൻ സംസ്കാരത്തിൽ ഒരു റോമൻ സൈന്യാധിപൻ യുദ്ധത്തിൽ ജയിച്ചു വന്നാൽ ആ ജയിച്ചു വന്നു കഴിഞ്ഞാൽ സൈന്യാധിപൻ പിന്നെ സൈന്യാധിപനായിട്ടല്ല, അവരുടനെ തന്നെ സ്വർണ്ണ രഥത്തിൽ കയറ്റി, പണ്ട് കാലത്ത് ഈ ജൂലിയസ് സീസർ എന്നൊക്കെ പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്, അത് വെച്ചുകൊണ്ട് പോയി കണ്ടേക്കരുത്. അപ്പോൾ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്. അപ്പോൾ അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജയിച്ചു വരുന്ന സൈന്യാധിപനെ രഥത്തിൽ കയറ്റി ഒരു വലിയ പുതിയ പട്ടം കൊടുക്കും. അതിനുശേഷം അവനെ ഗവർണറാക്കി എടുത്തുള്ളൂ. പിന്നീട് അവൻ ഗവർണർ സ്ഥാനമാണ് എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു തൻ്റെ ഡ്യൂട്ടി തികച്ച് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിതാവ് എന്ത് ചെയ്തു, അവനെ സകലത്തിനും ഗവർണറാക്കി മാറ്റി. ആ അധികാരമായിട്ട് വരുമ്പോഴാണ്. അതിന് മുമ്പ് നിങ്ങൾ നോക്കിയ 4-ാം അധ്യായത്തിൽ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാച് എന്ന് പറഞ്ഞേ, ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു, ഈ ഭൂമി എൻ്റെ കയ്യിലാണ്, നീ എന്നെ ആരാധിച്ചാൽ. അത് കറക്റ്റായിരുന്നു. പക്ഷേ യേശു ജയം പ്രാപിച്ചു, സാത്താനെ ജയിച്ച് തിരിച്ച് ദൈവത്തിൻ്റെ അധികാരം പ്രാപിച്ചു വരുമ്പോൾ അവിടുന്ന് കൽപ്പിച്ചു, ഇനി യേശുവാണ് സകലത്തിനും അധികാരം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇതാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു. വായിച്ചേ, മത്തായി സുവിശേഷം 28 അവസാനം, സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരം എനിക്ക് ചെയ്യുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും, സ്വർഗത്തിലും ഭൂമിയിലും യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കാൻ. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരു ശക്തിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അധികാരമുള്ളവരാണ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അധികാരം 4 വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം, അല്ല ഒന്നുകൂടെ കിട്ടിയെന്ന് വരാം, പിന്നെ വീട്ടിൽ പോയിരിക്കണം. ഇതവരല്ല, ഇത് ലോകത്തെ ജയിച്ചവൻ, ആകാശത്തിനും ഭൂമിക്ക് സൃഷ്ടിച്ചവൻ, അധികാരമുള്ളവനാണ് ഈ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ തലയിൽ ഇത് നിങ്ങളുടെ ജീവനോടത്തോളം കാലം ഞങ്ങൾ സുവിശേഷം അറിയിക്കും.
നിങ്ങളെ കൊല്ലാം, പക്ഷേ ഇതിനെ അസ്തമിപ്പാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഇത് ഉയർക്കുന്ന സാധനമാണ്. ഇത് മരിച്ചാലും ഉയർക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഉയർക്കും. അതുകൊണ്ട് ഇത് കൽപ്പിച്ച ഒരു സാധാരണക്കാരനല്ല, ലോകത്തെ ജയിച്ചവരാണ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ അധിപതി ലൂസിഫറാണെങ്കിൽ ആ ലൂസിഫറിനെ ജയിച്ചവനും ലോകത്തെ ജയിച്ചവനുമായ യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയെല്ലാം പോയി സുവിശേഷം പ്രസംഗിപ്പിൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസൊക്കെ അതേനെ ചെന്നപ്പോൾ അവർ പറയുന്നു, ഭൂലോകത്തെ കലക്കിയന്മാർ ഇവിടെ വരികയാണ്. അല്ല, കീഴ്മേൽ മറിച്ചവൻ. അവിടെ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ, ശരിയല്ലേ? ലോകത്തിൻ്റെ അവസ്ഥയ്ക്ക് എൻ്റെ മാറ്റം വരുത്തി. AD എന്നും BC എന്നും യേശു ക്രിസ്തു ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ലോകം മുഴുവൻ ക്രിസ്തു ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സകല വ്യാജ മതങ്ങളും സാത്താൻ്റെ മതങ്ങളെല്ലാം നീക്കപ്പെട്ടതിന് ശേഷം അവസാനം ക്രിസ്തു മതവും നീക്കപ്പെടും. യേശു ക്രിസ്തു എല്ലാ നാമത്തിനും മേലാ നാമം ഉയർക്കപ്പെടും. ആകയാൽ നമുക്ക് ഗിൽഗാലിൻ്റെ അനുഭവം പ്രാപിക്കാം. 1, രക്ഷയുടെ അനുഭവത്തെ പുതുപ്പിക്കുക, രക്ഷയുടെ അനുഭവം സ്ഥിരീകരിക്കുക. 2, രാജ്യത്വം പുതുക്കുക, പൗരോഹിത്യത്തിലേക്ക് പോകുക. ആ മൽക്കിസേദെക്ക് ക്രമത്തിൽ യേശു നിത്യമഹാപുരോഹിതനായി തീർന്നു. അതുമാത്രമല്ല, അഭിഷേകം പ്രാപിച്ച നാം പുരോഹിതന്മാരും രാജാക്കന്മാരുടെയും കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ആ പൗരോഹിത്യം ചെയ്യുന്നവരായി തീരണം. രാജാക്കന്മാരെ പോലെ നീതിയും ന്യായവും നടത്തണം. രാജാവിന് പേരെ എന്താ? സങ്കീർത്തനക്കാരൻ 74 സങ്കീർത്തനം വായിക്കുമ്പോൾ നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിന് ആധാരം. അല്ല, ഞാൻ പുരോഹിതനായ രാജാവെന്ന് പറഞ്ഞിട്ടില്ല. നിൻ്റെ ഓരോ പ്രവൃത്തിയിലും നീതിയും ന്യായം, നേരത്തെ പറഞ്ഞത് തൂക്കട്ട് പിടിച്ചതായിരിക്കണം. ആ നീതിയും ന്യായവും ഇല്ലെങ്കിൽ നീ രാജാവെന്ന് പറഞ്ഞിട്ടില്ല. രാജാവിൻ്റെ സിംഹാസനത്തിൽ 2 കൈത്താങ്കളുണ്ട്. അവിടെ 2 സിംഹത്തിൻ്റെ പുറത്താണ് ഈ കൈത്താങ്കൾ വെച്ചിരിക്കുന്നത്. എന്താ സിംഹത്തെ കാണിക്കുന്നത്? രാജ്യം, റോയാലിറ്റിയെ കാണിക്കുന്നു. അവിടെ 2 കൈത്താങ്കളുണ്ടെന്നാണ്. ശലോമോൻ്റെ സിംഹാസനം 1 രാജാക്കന്മാർ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 12 സിംഹങ്ങളെ നിർത്തിയിരിക്കുക. ഓരോ തട്ടിലും 6 പേരും ദന്തം കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. അത് പിന്നീട് ഒരിക്കൽ പറയാം. അപ്പം ഈ 2 കൈത്താങ്കൽ സിംഹത്തിനെ കാണിക്കുന്നത് റോയാലിറ്റിയെ കാണിക്കുകയാണ്, രാജരീയം. ആ രാജാവിൻ്റെ കൈത്താങ്കലാണ് അവൻ്റെ റോയാലിറ്റി എന്ന് പറയുന്നത്. എന്താ? നീതിയും ന്യായവും. അപ്പോൾ ഒരു വിശ്വാസി, ഒരു വേലക്കാരൻ ഓർത്തോണം, നീ നീതിയും ന്യായവും നടത്താത്തത്തോളം കാലം ഈ വെള്ളം ചുറ്റിക്കൊണ്ട് നടക്കാവുന്നുള്ളേ ഉള്ളൂ. ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവസാനം അറിയത്തില്ല. ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് മനുഷ്യരെ കാണിക്കാനല്ല, സെൻട്രൽ പാർട്ടിയെ പ്രസാദിപ്പിക്കാനല്ല, ലോക്കൽ പാർട്ടിയെ പ്രസാദിക്കാനല്ല. ഓരോ വിശ്വാസിയും ഓരോ വേലക്കാരും പുരോഹിതനുമാണ്, രാജാവുമാണ്. ആണെങ്കിൽ അതെങ്ങനെ തെളിയിക്കാം? പുരോഹിതനെ പോലെ മറ്റുള്ളവരെ ചുമക്കാനും വഹിപ്പാനും സാധിക്കണം. സങ്കീർത്തനം 89:14 സങ്കീർത്തനം 89:14 വായിക്കാം. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന് അടിസ്ഥാനം. പിന്നെ ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കും. വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. ഇതാണ് ഒരു രാജാവിൻ്റെ യോഗ്യത. അതില്ലാത്ത വിശ്വാസിയും വേലക്കാരനും അവിടെ നിന്ന് എത്തി നോക്കാൻ പോലും സാധിക്കും. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പുരോഹിതന്മാരാണ്. പക്ഷെ ചെയ്യണം നീതി ന്യായം മാത്രമേ. സ്വന്തം വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടിയല്ല, അവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോകുന്നതല്ല. അയലോക്കാരൻ്റെ അതിര് മാന്താൻ പോകരുത്, അയലോക്കാരൻ ദോഷം വരുത്തരുത്. ഏത് കാര്യത്തിലും മക്കളായിരുന്നാലും അവിശ്വാസികളായാലും വിശ്വാസിയായാലും നമുക്കൊരു നീതി ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസികളായതുകൊണ്ട് അവരുടെ സൈഡ് ഇരിക്കുക, അവർ അങ്ങനെ ചെയ്യരുത്. നീതിയും ന്യായവും ഒന്നുകൂടെ വായിച്ചേ. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. 89:14 അല്ലേ ഇംഗ്ലീഷ് വായിച്ചേ. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന് ആധാരം, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കും. നിനക്ക് മുൻപായി നടക്കണം. ഇതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചത് മാതൃക. വായിക്കാം ഇംഗ്ലീഷില്ലേ. 89:14 സാംസ് ആളില്ലേ ഇവിടെ? പോയോ? 89 റൈറ്റ്സസ് ആൻഡ് നീതിയും ന്യായവും, ദയയും വിശ്വസ്തതയും, ഫെയ്ത്ത്ഫുൾ ആൻഡ് മേഴ്സീസ്. അപ്പം ന്യായവും നീതിയും ഓരോ വിശ്വാസിയും പാലിക്കേണ്ടതായ കാര്യങ്ങളാണ്. വേലക്കാരും ഇതൊന്നുമില്ല. ബന്ധുക്കോസ എന്തടി സേമയെന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താടാ സേമയെന്ന് പറഞ്ഞ് ദൈവം തന്നെ പുറത്ത് കളയും കേട്ടോ. വേലക്കാരും വിശ്വാസികൾ ഓർത്തോണം. അത് സെൻട്രൽ പാസ്റ്ററായാലും ലോക്കൽ പാസ്റ്ററായാലും മറ്റേ പാസ്റ്ററായാലും മൂപ്പനായാലും ശരി, ആരാന്നാലും ശരി, നീതി ന്യായം നടത്താതെ നിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് തോന്നിവാസം കാണിച്ചാൽ തമ്പുരാൻ നിന്നെ ചെവിക്ക് പിടിച്ച് ദൂരക്കളയും. പണ്ട് പ്രധാനപ്പെട്ട ഒരു പാസ്റ്റർ നേരെ പാസ്റ്റർ VG സാമുവൽ പ്രവചിച്ചു. പള്ളിപ്പാട്ട് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു പ്രധാന പാസ്റ്ററാണ്, ഭയങ്കരനായൊരു മനുഷ്യൻ. പെട്ടെന്ന് പാസ്റ്റർ VG സാമുവലിന് അഭിഷേകം ഉണ്ടായിട്ട് സൗകര്യമാരുടെ ഡ്രം എടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു. നിന്നെ ഇതുപോലെ എറിഞ്ഞു കളയെന്ന് പറഞ്ഞു. പറഞ്ഞതിന് പുള്ളിക്ക് പണിഷ്മെൻറ്റ് കിട്ടി. പുള്ളിയെ കൊണ്ടുപോയി സെൻട്രൽ ജയിലിൽ അടച്ചു.
റായ്പുരത്ത്. പക്ഷേ പിൽക്കാലത്ത് ഈ പ്രവചിച്ച പ്രധാന പാസ്റ്റർ തട്ടിപ്പോയി, ദൈവം ദൂരെ കളഞ്ഞു. ഈ ജയിലടച്ച പാസ്റ്റർ ബി ജി ശ്യാമോല് ആ സ്ഥാനത്ത് ചീഫ് പാസ്റ്ററുമായി. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഇവിടെ കസേരയുണ്ട്, അധികാരമുണ്ട്, പിന്നെ നെഞ്ച് വിരിഞ്ഞിട്ടുണ്ട്. ഈ അഭ്യാസമൊന്നും കാണിക്കാതെ വേലക്കാരും വിശ്വാസികളും ഭയത്തോടും വിറയലോടും കൂടി ജീവിച്ച് നീതിയെ ന്യായവും നടത്തി ദൈവം വിശ്വസ്തയും പരിപാലിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സേവയിൽ മാതൃകയെ